Hi guys, welcome to a new episode of the Sleep Podcast. And ഇന്ന് ഈ എപ്പിസോഡിൽ നമ്മുടെ മെയിൻലി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ലൈക്ക് ഹൗ എക്സസൈസ് ഇസ് ഗോയിങ് ടു എഫക്ട് യുവർ സ്ലീപ്പ്, അല്ലെ വർക്കിംഗ് ഔട്ട്, ഗോയിങ് ടു ജിം, വാക്കിംഗ്, അങ്ങനെ എന്തെങ്കിലും എക്സസൈസും സ്ലീപ്പും തമ്മിലുള്ള കോമ്പിനേഷൻസ് ഒക്കെ ആയിരിക്കും അല്ലേ ഇത്? യാ കറക്റ്റ്. നമുക്കറിയാം, ഇല്ല എനിക്കറിയാം. നിതിൻ വന്ന് ഒരു ജിമ്മാനാണ് യഥാർത്ഥം പറഞ്ഞാൽ. എസ്പെഷ്യലി കോളേജിൽ വന്ന സമയത്തൊക്കെ ജിമ്മിലൊക്കെ എന്നെ ട്രെയിൻ ചെയ്തതും ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ട്രെയിൻ ചെയ്യുന്നതും നിതിനാണ്. സോ അഫ്കോഴ്സ് അതിൻ്റെ എഫക്റ്റ് എനിക്കുണ്ട്. റേദർ ദാൻ ദാറ്റ്, ജിമ്മ് എന്ന് പറയുന്ന ഒരു കരിയർ അല്ലെങ്കിൽ ഒരു ഫീൽഡ് നിതിൻ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്തതെന്ന് നമുക്കറിയാം. സോ നിതിൻ, എങ്ങനെയാണെന്നടാ ജിമ്മിലോട്ട് നീ വന്നത്? യാ, സോ എനിക്ക് ജിമ്മിലോട്ടുള്ള ഇൻട്രൊഡക്ഷൻ ഫിസിക്കൽ ആക്ടിവിറ്റീസ് തുടങ്ങുകയാണെങ്കിൽ സ്കൂളിൽ തന്നെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. എല്ലാ സ്പോർട്സും കളിക്കുമായിരുന്നു. ഹാൻഡ്സ് ഓൺ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കിട്ടായിരുന്നു. സോ സ്പോർട്സിലോട്ട് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. ദെൻ ഐ യൂസ് ടു ലൈക്ക് ഹോം വർക്കൗട്ട്സും കാര്യങ്ങളും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ സ്പ്രിന്റർ അത്ലറ്റ് ആയിരുന്നു. 100 മീറ്റർ, 200 മീറ്റേഴ്സ് എല്ലാം നല്ലോണം ഓടുന്നതായിരുന്നു. പിന്നെ അവിടുന്ന് നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഇറ്റ് ഇസ് ലൈക്ക് എനിക്ക് ഇഷ്ടമുള്ള കോഴ്സ് തന്നെ ഈ സ്പോർട്സ് ഇതിനെപ്പറ്റി പഠിക്കാനും അതിന് തന്നെ BPS എന്ന് പറയുന്ന കോഴ്സ് ഉണ്ടായിരുന്നു. അത് പഠിക്കാൻ വേണ്ടിയാണ് ഫസ്റ്റ് ഞാൻ ഇടുക്കിയിൽ ജോയിൻ ചെയ്തത്. തിങ് വാസ് ലൈക്ക് ഞാൻ ആദ്യം ട്രൈ ചെയ്തിരുന്നത് ക്രൈസ്റ്റ് കോളേജിലായിരുന്നു, വിജാനക്കുടലിൽ. അവിടെ ഹാപ്പൻഡ് വാസ് ലൈക്ക് അവിടെ ചെന്നപ്പം എന്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ പുറത്തായതുകൊണ്ടും പിന്നെന്തായി, എസ്പെഷ്യലി ഈ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഒക്കെ ലൈക്ക് അറബിയിലൊക്കെയാണ് ചിലതൊക്കെ. ആൻഡ് അതവർ കണ്ടപ്പോൾ അവർക്ക് പിന്നെ പറഞ്ഞു ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, സ്റ്റേറ്റിലുള്ള സ്റ്റുഡൻസിനെ മാത്രമേ ഇവിടെ എടുക്കൂ എന്നൊക്കെ ഉണ്ടായിരുന്നു. സോ ആ ഒരു ക്രൈറ്റീരിയ കാരണം എന്റെ റാങ്കിങ് കുറച്ച് കുറഞ്ഞു. ബട്ട് സ്റ്റിൽ ഐ വാസ് ഇൻ ലൈക്ക് ദ ടോപ്പ് 100 ഈവൻ വിത്ത് മൈ പെർഫോമൻസ്. പിന്നെ എന്താ എക്സാമിനേഷൻസ് ഉണ്ടായിരുന്നു, ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അതിനെല്ലാം കൊണ്ട് ബെറ്റർ പെർഫോമൻസ് ആയിരുന്നു കമ്പാരിറ്റീവ്ലി ആൾക്കാരെ വെച്ചിട്ട്. പക്ഷെ ലൈക്ക് യാ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ചില ക്രൈറ്റീരിയ കാരണം എനിക്ക് കയറാൻ പറ്റിയില്ല അവിടെ ഗവൺമെന്റ് കോളേജിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോയത് ഈ പ്രൈവറ്റ് കോളേജിലാണ്, ഇടുക്കിയിലുള്ള സെന്റ് ജോസഫ് അക്കാഡമി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അടിയിലുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഓൺലൈനിൽ അപ്ലൈ ചെയ്തു. അവിടെ നിന്ന് എനിക്ക് ഫസ്റ്റ് തന്നെ കയറാൻ പറ്റി. വേറെ പ്രോസസ് ഒന്നും, ഡയറക്റ്റ് സെലക്ഷൻ ആയിരുന്നു എനിക്ക്. കയറി കഴിഞ്ഞിട്ട് പിന്നെ ഇറ്റ് ഇസ് ലൈക്ക് ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എൻവയറമെന്റ് ആണ്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട്, നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു ചേഞ്ച് വളരെ ലൈക്ക് ഡ്രാസ്റ്റിക് ആയിരുന്നു. കൾച്ചർ, ആൾക്കാരുടെ ബിഹേവിയറും കാര്യങ്ങളെല്ലാം. അപ്പൊ അവിടുന്ന് പിന്നെ ഇത് കോളേജിൽ പോകുന്നതിന് മുമ്പ് ഞാൻ കുറച്ചാൾ ജിമ്മിൽ പോയി, വളരെ ഷോർട്ട് പീരീഡ്, ലൈക്ക് 3-4 മന്ത്സ് മാത്രം, ജസ്റ്റ് ഒന്ന് ഫിസിക്കലി പ്രിപ്പയർ ആണ്. അവിടെ ചെന്നിട്ട് നമ്മളൊന്ന് ആക്റ്റീവ് ആയിട്ട് നിൽക്കണമല്ലോ. അപ്പം ജസ്റ്റ് മൊബിലിറ്റി കാര്യങ്ങൾ, ഒത്തിരി മസിൽ ബിൽഡിംഗിൽ ഫോക്കസ് ഒന്നും ചെയ്തില്ല. പിന്നെ അവിടെ ചെന്നിട്ട് പിന്നെ കണ്ടീഷനിങ് ആയിരുന്നു മെയിൻലി, ലൈക്ക് എത്രത്തോളം നമുക്ക് ലൈക്ക് എൻട്രൻസ് കൂട്ടാം, പിന്നെ സ്ട്രെങ്ത് എൻട്രൻസ്, അങ്ങനത്തെ കാര്യത്തിലൊക്കെ ഫോക്കസ് ചെയ്തത്. ദെൻ അവിടെ ഒരു ഷോർട്ട് പീരിയഡ്, ഒരു ഐ തിങ്ക് 6 to 8 months ഓൾമോസ്റ്റ് ഉണ്ടായിരുന്നെന്നാണ് എന്റെ വിശ്വാസം. പിന്നെ അവിടെ കുറച്ച് എക്സാംസിന്റെ ഇഷ്യൂ ഒക്കെ വന്നായിരുന്നു. അപ്പൊ അത് വന്നപ്പം പിന്നെ എനിക്ക് അവിടെ നിന്ന് മാറേണ്ടി വന്നു. ലൈക്ക് പഠിക്കുന്നുണ്ട്, ഐ എം ലൈക്ക് എ ഗുഡ് സ്റ്റുഡന്റ് ദയർ, ആൻഡ് പെർഫോമൻസും കുഴപ്പമില്ല, ഐ ക്യാൻ ഡു വെൽ ഇൻ സ്പോർട്സ് ആൻഡ് എവറിങ്. ബട്ട് തിങ് ഈസ് ലൈക്ക് അവിടെ എക്സാംസ് നടന്നില്ല, നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല എന്നൊക്കെ ആകുമ്പോഴത്തേക്കും ഐ ഹാവ് ടു ചേഞ്ച്. ഒരു ഡൗട്ട് വന്നപ്പോഴത്തേക്കും ദെൻ ഐ ഹാവ് ടു ഗോ ഫോർ സം മെഡിക്കൽ കോഴ്സ്, റൈറ്റ്, പാരാമെഡിക്കൽ. ആൻഡ് അവിടെ ചെന്നപ്പോഴത്തേക്കും ഇറ്റ് വാസ് ലൈക്ക് വെരി സ്ട്രെനുവസ് ഓൺ ദ ബോഡി. രാവിലെ എണീക്കണം, പോകണം, തിരിച്ചു വരുന്നത് 4 മണി 5 മണി കഴിഞ്ഞിട്ടായിരിക്കും. ആൻഡ് ഫുഡും കാര്യങ്ങളൊക്കെ ഭയങ്കര മോശമായിരുന്നു. ഞാനും ഗ്രാമീൺ കൂടെ ആയിരുന്നു സ്റ്റേ ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ആപ്പൻഡസിലേക്ക് എനിക്ക് ഒട്ടും ഡയറ്റ് നോക്കാൻ പറ്റിയില്ല. അപ്പം കുറെ വെയിറ്റ് ലോസ്റ്റ് ആയി. ആൻഡ് ലൈക്ക് ഐ ഹാവ് ടു ലൈക്ക് വാട്ട് ഈറ്റ് മാഗി ആൻഡ് ലൈക്ക് ബനാന സംതിങ് ലൈക്ക് ദാറ്റ്. അതൊക്കെയായിരുന്നു എന്റെ മീൽ സത്യം പറഞ്ഞു. ഓരോ ടൈം അത് നമുക്ക് അല്ലെങ്കിൽ ഡൈജഷൻ ഇഷ്യൂസ് വരും, പല പല ഇഷ്യൂസ് ഫിസിക്കലി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, ഒരു വീക്ക്നെസ്സും കാര്യങ്ങളൊക്കെ. ദെൻ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴാണ് ലൈക്ക് ഐ തിങ്ക് കൊറോണയുടെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ആയിരുന്നു. ലൈക്ക് ഐ ഹാവ് ടു ലൈക്ക് ഗെറ്റ് തിങ്സ് ടുഗദർ, ലൈക്ക് ഹെൽത്ത് ഭയങ്കര വീക്ക് ആവുന്നത് തോന്നുന്നു. ലൈക്ക് 68 kilos സംതിങ് ലൈക്ക് ദാറ്റ്, സ്കിന്നി ഫാറ്റ് ആയിട്ടുള്ള ഒരു ബോഡി ടൈപ്പ് ഒക്കെ ആയിരുന്നു. ദെൻ ലൈക്ക് ഫോക്കസിങ് ഓൺ ലൈക്ക് ഗെറ്റിംഗ് സ്ട്രോങ്ങർ, ബിക്കോസ് എപ്പോഴും ആ ഒരു അത്ലറ്റ് അല്ലെ ഒരു സ്പോർട്സിനോടുള്ള ഇഷ്ടം എപ്പോഴും മനസ്സിന്റെ അകത്തുണ്ട്. ആൻഡ് വെനെവർ ലൈക്ക് യു ആർ ഹാവിംഗ് ദാറ്റ് കൈൻഡ് ഓഫ് മെന്റാലിറ്റി, എപ്പോഴും നമുക്ക് ബോഡി എത്ര വീക്കായി പോയാലും നമുക്ക് തിരിച്ച് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് നമുക്കുണ്ടാവും. ആൻഡ് വാട്ട് ഹാപ്പൻ ഇസ് ലൈക്ക് ആ ഒരു സമയത്ത് ഞാൻ ജിമ്മിൽ പോയി തുടങ്ങിയത്, കൊറോണയുടെ ആ ഒരു ബ്രേക്ക് ഒക്കെ ആവുന്നതിന് തൊട്ട് മുമ്പായിരുന്നു. ആൻഡ് കുറച്ച് നാൾ പോയായിരുന്നു, ഐ തിങ്ക് അറൌണ്ട് 4 to 5 months പോയി. ആൻഡ് ഐ വാസ് സീയിങ് റിയലി ഗുഡ് റിസൾട്ട്സ്. അപ്പോൾ കണ്ടിന്യൂ, സോ ഐ വാസ് ഡൂയിങ് ദിസ് പാരാമെഡിക്കൽ കോഴ്സ്. അപ്പൊ ആ സമയത്താണ് ഹെൽത്തും കാര്യങ്ങളൊക്കെ ഭയങ്കര വീക്ക് ആയതും. പിന്നെ കൊറോണ സമയത്ത് കുറച്ച് നാൾ, ഐ തിങ്ക് അറൌണ്ട് ഒരു 6 months അപ്പോഴാണ് പിന്നെ കൊറോണയുടെ വന്ന് ലോക്ക്ഡൌൺ ഒക്കെ ആവുന്നത്. ദ ഹോൾ ജിം വാസ് ക്ലോസ്ഡ്, ലൈക്ക് എവരിവെയർ ഇസ് ലോക്ക്ഡൌൺ. അങ്ങനെ വന്നപ്പോ പിന്നെ ഐ സ്റ്റാർട്ടഡ് ടു ഡു ലൈക്ക് വർക്ക്ഔട്ട് ഫ്രം ഹോം.
ലൈക്ക് കണ്ടിന്യൂ ഡൂയിങ് ആ ഒരു കൺസിസ്റ്റൻസി എക്സാംസ് വരാൻ ചിലപ്പം അല്ലെ വേറെ എന്തെങ്കിലും തിരക്ക് വന്നാലും ലൈക്ക് ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ ഞാൻ റൂമിൽ നിന്ന് വർക്ക്ഔട്ട് ചെയ്യും. ആ ഒരു മൈൻഡ് സെറ്റ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഐ തിങ്ക് അറൌണ്ട് ഒരു 1.5 years ഒക്കെ ആയപ്പോൾ നല്ല ചേഞ്ചസ് ഒക്കെ വന്നു. ഒരു 3 years ആയപ്പോഴത്തേക്കും നല്ല സെറ്റ് ഒരു ഫിസിക് ഉണ്ടാക്കാൻ പറ്റിയായിരുന്നു ജിമ്മിൽ. അതിലൊരു മെയിൻ ഫാക്ടർ എന്റെ കൂടെ വർക്ക്ഔട്ട് ചെയ്യാൻ ഉണ്ടായിരുന്ന പാർട്ട്നേഴ്സ് കുറെ സീനിയേഴ്സ് ഉണ്ടായിരുന്നു വർക്കിംഗ് ഔട്ട് ചെയ്യാൻ സമയത്ത് ആ ഒരു ജിമ്മിൽ തന്നെ. അവർ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. പല പല ഇൻസൈറ്റ്സ് തന്നിട്ടുണ്ട്, പല ടിപ്സ് തന്നിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ അവർ അതെല്ലാം ഒരു ക്യുമുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറെ നോളജ് കിട്ടും. ആ ഒരു നോളജ് വെച്ചിട്ട് ലൈഫ് ലോങ് ഒരു സ്കില്ലാണ്. ഒരു സ്കില്ലാണ് നമുക്ക് എങ്ങനെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാം, ഫുഡ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, എല്ലാ കാര്യങ്ങളും നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. സോ എന്റെ ജേർണി പ്രിറ്റി മച്ച് സമപ്പ് ചെയ്തത് അങ്ങനെയാണ്. പിന്നെ ഇവിടെ വന്നിട്ടുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു ലൈക്ക് ഡ്യൂ ടു ഐ തിങ്ക് ബിസിനസ്സും കാര്യങ്ങളോട്ടൊക്കെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ജിമ്മ് ആയിക്കോട്ടെ ഡു അക്കോർഡിംഗ് ടു ഷെഡ്യൂൾ. ദെൻ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് പിന്നെയും ഹെൽത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു വീക്ക്നെസ് ഫീൽ ചെയ്യുമ്പോൾ പിന്നെയും ലൈക്ക് സ്റ്റാർട്ട് ഫോക്കസ് അഗെയിൻ ഓൺ ലൈക്ക് ദിസ് ഗോയിങ് ടു ജിം, ഗെറ്റിംഗ് എവറിത്തിങ് സെറ്റ് സ്ട്രേറ്റ്. ഡയറ്റ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഫോക്കസ് ചെയ്യാം. അപ്പോൾ ഓട്സ് മേടിക്കുന്നു, പാല് കുടി, ട്രൈങ് ടു ഹാവ് ദോസ് ലൈക്ക് 5 to 6 meals. ആൻഡ് ദെൻ അത് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബോഡി ഒന്ന് റിക്കവർ ആവും. നമ്മുടെ ഈ ഒരു ഡിസിപ്ലിൻ പഠിച്ച് ലൈക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ബോഡിയിലോട്ട് തിരിച്ച് റീകൂപ്പറേറ്റ് ചെയ്ത് അങ്ങനത്തെ ഒരു പർട്ടിക്കുലർ സ്കില്ലാണ്. ഈവൻ ദോ യു ഗോ ത്രൂ ലൈക്ക് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വീക്സ് അല്ലെ മന്ത്സ് പോയാലും യു ക്യാൻ സ്റ്റിൽ ബിൽഡ് യുവർ ബോഡി ബാക്ക്. ഇത്ര നാളത്തെ ഉള്ള ഒരു എക്സ്പീരിയൻസ് പല ടൈം ലൈക്ക് സിക്ക് അല്ലെങ്കിൽ പിന്നെ പല റീസൺസ് കാരണം ചെയ്യും. പക്ഷേ എവറി ടൈം ഐ ഗോ ബാക്ക് ഐ ക്യാൻ ബിൽഡ് എവറിങ് ബാക്ക്. ആ ഒരു രീതിയിലുള്ളത് കോൺഫിഡൻസ് യുനോ. സ്റ്റാർട്ടിങ് സ്റ്റേജസിലേക്ക് ജിമ്മിൽ പോകുമ്പം ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഒരു മെമ്മറി അല്ലെങ്കിൽ ആറിൻ്റെ സീനിയറോ അല്ലെങ്കിൽ ജിം ട്രെയിനറിൻ്റെയോ? ഡെഫിനറ്റ്ലി ഞാൻ ജിമ്മിൽ പോയി തുടങ്ങിയ ലൈക്ക് ഭയങ്കര ഓൾഡ് സ്കൂൾ ടൈപ്പ് ഒരു ജിമ്മായിരുന്നു. വെരി ബേസിക് എക്യുപ്മെന്റ്സും കാര്യങ്ങളും. അവിടെ തന്നെയാണ് ഇപ്പോഴും ഞാൻ നാട്ടിൽ പോകും. ഐ ലവ് ദാറ്റ് പ്ലേസ്. അവിടുത്തെ മെയിൻ ജിം ഓണർ ലൈക്ക് കണ്ണൻ ചേട്ടനൊക്കെ ഹീസ് ലൈക്ക് വെരി ഹെൽപ്ഫുൾ. ലൈക്ക് കാര്യം പറഞ്ഞ് നമ്മൾ ചോദിച്ചാൽ മതി, എന്തുണ്ടായ കാര്യങ്ങൾ പറയും. പുള്ളിക്കുള്ള എല്ലാ നോളജ് നമുക്ക് പറഞ്ഞു തരുന്ന ടൈപ്പ് ആണ്. ദെൻ പുള്ളി പറയുന്നത് വെച്ചിട്ട് ഞാൻ കുറച്ച് നാൾ ഇങ്ങനെ പോയി ഒരു സോ ഹി വാസ് ലൈക്ക് ഗെയിം ചേഞ്ചർ ആയിട്ട് കുറെ കാര്യങ്ങൾ ലൈക്ക് ഇത് കുറെ ടെക്നീക്സ് ഉണ്ട്. ലൈക്ക് ടോപ്പ് സെറ്റ്സ് ഉണ്ടാവാം, ടൈം അണ്ടർ ടെൻഷൻ ഉണ്ടാവാം, ഇങ്ങനത്തെ സൂപ്പർ സെറ്റ്സ് ഉണ്ട്, പിന്നെ സെവൻസ് ഉണ്ട്. ലൈക്ക് മിനി മിനി തിങ്സ് ദാറ്റ് വി ക്യാൻ ഡു, ലൈക്ക് മെത്തേഡ്സ് ഓഫ് ഡൂയിങ് എ വർക്ക്ഔട്ട്, ഡിഫറെന്റ് വേസ് ടു ഡു ഇറ്റ് റൈറ്റ്. ലൈക്ക് ഡിഫറെന്റ് രീതിയിലായിരിക്കും പർട്ടിക്കുലർ ടാർഗറ്റ് മസിലിനെ ഹിറ്റ് ചെയ്യുന്നത്. ആൻഡ് ആ ഒരു ഗ്രോത്ത് അല്ലെ ഡെവലപ്മെന്റ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. കൂടെ വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടാണ് എനിക്ക് ശരിക്കും ആ ഒരു ഡിഫറൻസ് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. എന്താ പറയാ, നേരത്തെ ജസ്റ്റ് ലൈക്ക് ഡൂയിങ് 3 to 4 sets അത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു വെറൈറ്റി ഓഫ് തിങ്സ് ദാറ്റ് വി ക്യാൻ ഡു എന്ന് വന്നത് പുള്ളിക്കാരൻ്റെ കൂടെ വർക്ക്ഔട്ട് ചെയ്ത് തുടങ്ങിയിട്ടാണ്. സോ ബിഗ് സല്യൂട്ട് ടു ദാറ്റ് ഗൈ റൈറ്റ്. ഹി വാസ് റിയലി ഹെൽപ്ഫുൾ ടു. ഭയങ്കര കൈൻഡ് ആയിട്ടുള്ള ഒരാളാണ്. എത്ര ഡൗട്ട് ചോദിച്ചാലും പുള്ളി പറഞ്ഞു തരും. ഇറ്റ്സ് നോട്ട് നെവർ ഒരു മൂഡ് ഓഫ് എപ്പോൾ വേണമെങ്കിലും ചിരിച്ചിട്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരാളാണ്. So yeah, he was one of like the good gurus in terms of like working out and things like that. ഇതിനെ ഇപ്പം ഞാൻ ചില സമയത്തൊക്കെ ഒബ്സർവ് ചെയ്യാറുണ്ട്. ലൈക്ക് ഇൻസ്റ്റാഗ്രാമിൽ ജിം ട്രെയിനേഴ്സും ജിം റിലേറ്റഡ് ആയിട്ടുള്ള റീൽസ് ഒക്കെ നോക്കാറുണ്ട്. അപ്പം പർട്ടിക്കുലർലി ഏതെങ്കിലും പേഴ്സണൽ ഗുരുവിനെ ഫോളോ ചെയ്യാറുണ്ട് ഇൻ ടേംസ് ഓഫ് സോഷ്യൽ മീഡിയ? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് ലൈക്ക് മിസ്റ്റർ ഒളിമ്പിയയിൽ കോമ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഫോളോ ചെയ്യും. ലൈക്ക് ക്രിസ് ബംസിന്റെ ഫോളോ, പിന്നെ ആരൊക്കെയാ ലൈക്ക് മിറാക്കിൾ ബിയർ, സം പീപ്പിൾ ലൈക്ക് ദാറ്റ്. സം എക്സെപ്ഷണൽ ആയിട്ട് തോന്നുന്ന ആൾക്കാരൊക്കെ ഫോളോ ചെയ്യും. എല്ലാവരും അങ്ങനെ ഹാർഡ് കോർ ആയിട്ട് ഫോളോ ചെയ്യാനില്ല. പിന്നെ ചില ലെജൻസിനെയൊക്കെ, പണ്ടത്തെ ആൾക്കാരെയൊക്കെ ഫോളോ, റോണി കോൾമൻ, ഐ തിങ്ക് ലീ പ്രീസ്റ്റ്, ഡോറിൻ യേറ്റ്സ്. സോഷ്യൽ മീഡിയ യൂട്യൂബിലുള്ള ഡോക്യുമെന്ററീസ് അല്ലെ ഇന്റർവ്യൂസ് ഒക്കെ കാണും. ഭയങ്കര ഇൻസൈറ്റ്ഫുൾ ആയിരിക്കും കാര്യങ്ങൾ. അവർ ലൈക്ക് ജംപ്സ്, ഡയറ്റിനെ, ലോഞ്ചിറ്റിവിറ്റി, how you can do this thing longer without getting injured കാര്യങ്ങളൊക്കെ. സോ അതൊക്കെ നോക്കാറുണ്ട്. പിന്നെ സം ഓഫ് ദം ഐ ഫോളോ റൈറ്റ്. ഭയങ്കര സ്പെസിഫിക് ആയിട്ട് കുറച്ച് പേരെ എല്ലാവരും. അപ്പം ഇപ്പോഴുള്ള ഒരു ബിഗ്ഗസ്റ്റ് ജിം ഗോൾ എന്ന് പറഞ്ഞാൽ that will be always the same thing is to like keep going to gym, right? Like throughout, like എത്ര നാൾ വരെ പോകാൻ പറ്റും അത്രയും നാൾ ജിം. മേ ബി ദ ഗോൾസ് വിൽ ചേഞ്ച്. പക്ഷെ ഈ ഒരു പർട്ടിക്കുലർ മൈൻഡ് സെറ്റ് ആണ് to go there and work out 1 to 2 hours there, spend that time there, having that space for yourself, right? It's kind of like self love only.
പാർട്ടായിട്ട് വരുന്നതാണ് ഈ കാര്യങ്ങൾ. സോ മൈ മെയിൻ ഗോൾ ഇസ് ജസ്റ്റ് ടു ഗോ ടു ജിം, റൈറ്റ്? ഗോയിങ് ടു ജിം ലൈക്ക് ടിൽ ഐ ക്യാൻ. അതാണ് 60 വയസ്സാണെങ്കിലും ജിമ്മിൽ പോകാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു ഗോൾ. ദാറ്റ് വിൽ ബി ലൈക്ക് മൈ മെയിൻ ഗോൾ. അപ്പം ഇതേപോലെ ഇപ്പം ജിമ്മാണ് ലൈക്ക് ഒരു ഓൾഡ് ഏജ് വരെ ടിൽ എൻഡ് വരെ ഒരു ഫോക്കസാണ് ഇതിനുള്ളത്. സോ ഇതേപോലെ ഇപ്പം സ്റ്റാർട്ടിങ്ങിലൊക്കെ ജിമ്മിൽ പോകുന്ന മുമ്പേ സ്ലീപ്പ് എങ്ങനെയായിരുന്നു? പിന്നെ ജിം റുട്ടീൻ കണ്ടിന്യൂ ചെയ്തിട്ട് പിന്നെ സ്ലീപ്പ് ഷെഡ്യൂൾ എങ്ങനെയാണ് ചേഞ്ച് ആയിട്ടുള്ളത്? നല്ലൊരു ചേഞ്ച് തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു പാരാമെഡിക്കൽ കോഴ്സിന്റെ ടൈം കൊറോണ ഇഷ്യൂസും കാര്യങ്ങളും വന്നപ്പോൾ ഉള്ള മെയിൻ തിങ് ഇറ്റ്സ് ലൈക്ക് സ്ലീപ്പ്, മെന്റൽ ഹെൽത്ത് വൈസ് ഒക്കെ ഭയങ്കര ബോറായിട്ടുള്ള സമയമായിരുന്നു. ഭയങ്കര സ്ട്രെസ് ഉള്ള സമയമായിരുന്നു. ലോൺലിനെസ്സും കാര്യങ്ങളും കുറെ ഇഷ്യൂസ് അങ്ങനെ ഉണ്ടായിരുന്നു നാട്ടിൽ വന്നതിന്റെ. സോ മെയിൻലി ഈ സ്ലീപ്പിനെ വരുന്നതല്ല, ലൈക്ക് എപ്പോഴോ ഉറങ്ങി വീഴുന്ന രീതിയിലായിരുന്നു. ഫോണിലൊക്കെ രാത്രി ഒരു ഇങ്ങനെ അങ്ങ് ഇരിക്കും. സോ കാരണത്തിൽ തന്നെ നമുക്ക് സ്ലീപ്പ് ഭയങ്കര ബോറായിരുന്നു. എണീറ്റാലും ലൈക്ക് ഇറ്റ്സ് ലൈക്ക് യു വോണ്ട് ടു സ്ലീപ്പ് അഗെയിൻ, യു ഡോണ്ട് ഗെറ്റ് ഇനഫ് സ്ലീപ്പ്, ഇനഫ് റെസ്റ്റ് കിട്ടിയില്ല എന്നുള്ള മൈൻഡായിരുന്നു. ദെൻ വാട്ട് ഹാപ്പൻ ഇസ് ലൈക്ക് ജിമ്മിൽ പോയി തുടങ്ങി കഴിഞ്ഞപ്പം ലൈക്ക് യു ആർ എക്സേർട്ടിങ് യുവർ സെൽഫ്. അത്രയും എക്സേർട്ട് ചെയ്ത് കഴിയുമ്പോൾ യുവർ ബോഡി നീഡ്സ് ദാറ്റ് റെസ്റ്റ്. ലൈക്ക് നമുക്ക് ഉറങ്ങുന്നുണ്ടെങ്കിലും ബോഡി തന്നെ നമ്മളെ ഉറക്കിക്കളയും. ആ ഒരു രീതിയിൽ സ്ലീപ്പ് ബിക്കെയിം കൺസിസ്റ്റന്റ് ആയിട്ട്. വർക്കിംഗ് ഔട്ടിന്റെ ഒരു മെയിൻ ആസ്പെക്ട് എന്ന് പറയുന്നത് തന്നെ ഈ റെസ്റ്റ്. യു ഡോണ്ട് ഗെറ്റ് ഇനഫ് റെസ്റ്റ്, യു ആർ നോട്ട് ഗോണ സീ എനി ചേഞ്ചസ്. ഞാൻ കണ്ടിട്ടുണ്ട് ജിമ്മിൽ വരുന്ന ആൾക്കാർ ലിറ്ററലി അവരൊന്ന് പറയും, ചേട്ടാ ഞാനും ചില പോലെ കുറെ വർക്കൗട്ട് ചെയ്ത് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്, ഫുഡ് നോക്കുന്നുണ്ട്, ബട്ട് സ്റ്റിൽ എനിക്ക് അത്രയും സൈസ് ഗെയിൻ ചെയ്യാനോ അല്ല അത്രയ്ക്കും ഇമ്പ്രൂവ്മെന്റ്. ഒന്നാമത്തെ കാര്യം ഞാൻ പറയാനുള്ളത് ലൈക്ക് ഇതില് വർക്കിംഗ് ഔട്ട് മാത്രമല്ല, ന്യൂട്രീഷൻ ഇസ് എ വെരി ബിഗ് തിങ്, റൈറ്റ്? അതേപോലെ തന്നെ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ് സ്ലീപ്പ്. ഇഫ് യു സ്ലീപ്പ് ആൻഡ് ന്യൂട്രീഷൻ ഇസ് ഓൺ പോയിന്റ് ഉള്ളി, ഐ മീൻ എന്താ പറയാ, എനിക്ക് ഈ സെൻട്രൽ നെർവസ് സിസ്റ്റം ഒക്കെ ഭയങ്കര ഫറ്റീഗ് ആയിട്ട് ചിലപ്പോൾ തോന്നുന്നു, വെയിറ്റ് ഒക്കെ. സോ ഞാൻ ആ റെസ്റ്റ് കിട്ടിയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിലേ പോകത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു സെഷനെ ഡിപ്പെൻഡിങ് ഓൺ ഇറ്റ്. സോ റെസ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്വസ്റ്റ്യൻ ഈ ജിമ്മിൽ പോയി കഴിഞ്ഞ് ഉറക്കം ഒന്ന് സെറ്റ് ആവണം, നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റും കണ്ടിന്യൂസ് ആയിട്ട്, ഇടയ്ക്ക് എണീക്കത്തില്ല. ആൻഡ് ലൈക്ക് അതൊരു പിന്നെ ഒരു ഷെഡ്യൂൾ പോലെ നമ്മുടെ ഡിസിപ്ലിൻ പോലെ, ബിക്കോസ് യു ട്രൈങ് ടു ബിൽഡ് യുവർ ബോഡി. സോ യു റിയലി നീഡ് ടു ഗെറ്റ് ദാറ്റ് കൈൻഡ് ഓഫ് സ്ലീപ്പ്. You will get weaker. നമുക്ക് റെസ്റ്റ് കിട്ടിയില്ലെങ്കിൽ then you're not going to lift the same weights, or you're not going to lift heavier weights, right? You don't want to progress in the gym. So you take it very seriously. അപ്പോൾ ഇപ്പോൾ ഈ വർക്കൗട്ടിൻ്റെ ഇതേപോലെ ഇത് ബോഡിയൊക്കെ നല്ല ബിൽഡ് ചെയ്ത് അപ്പം സ്റ്റാർട്ടിങ് സ്റ്റേജസിലൊക്കെ എത്ര ദിവസമാണ് എടുത്തത് ബോഡി ഒരു നല്ലൊരു ഫിസിക് ലെവൽ? ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഐ തിങ്ക് ഇറ്റ്സ് ലൈക്ക് ഒരു 1.5 to 2 years എടുത്തു. എന്തെങ്കിലും നോട്ടീസബിൾ ചേഞ്ചസ് മീൻ പീപ്പിൾ വെൻ ദേ സീ മീ ലൈക്ക് അവർ പറയുന്ന ബോഡിയൊക്കെ മാറിയല്ലോ എന്ന് പറയും, പക്ഷെ നമുക്ക് സ്വയമായിട്ട് തോന്നത്തില്ല. വെൻ യു ആർ വർക്കിംഗ് ഔട്ട് ലൈക്ക് എവറി ഡേയോ ഓർ ലൈക്ക് മന്ത്സ് ഓൺ എൻഡ് നമുക്ക് പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ പറ്റില്ല. ഒരു പോയിന്റ് കഴിയുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ, ആൾക്കാരൊക്കെ വന്ന് പറയുമ്പോഴേ എത്തുള്ളൂ. പക്ഷെ എനിക്ക് ശരിക്കും നോട്ടീസ് ഒരു 2 years കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഒരു നല്ല ചേഞ്ച് ഉണ്ടെന്ന്. എന്റെ ഒരു ഫോട്ടോസ് എടുത്ത് നോക്കുമ്പോഴാണ് ഓക്കെ നല്ല ചേഞ്ച് ഉണ്ടെന്ന് മനസ്സിലാകുന്നത്. ഹെവി വെയിറ്റ് ലിഫ്റ്റ് ഒക്കെ എടുക്കുമ്പം ഒരു ജിം റുട്ടീൻ അല്ലേ ഇതെല്ലാം? ഇതിന്റെ റെസ്റ്റ് ഷെഡ്യൂൾ എന്താണ്? ലൈക്ക് ഹൗ മെനി ഡേയ്സ് ഡു യു ഡു ഹെവി ലിഫ്റ്റിംഗ് ആൻഡ് ഹൗ മെനി ഡേയ്സ് ഡു യു ടേക്ക് റെസ്റ്റ്? ഹെവി ലിഫ്റ്റിന്റെ കാര്യം പറയുമ്പോൾ ലൈക്ക് ഐ വുഡ് ബി ലൈക്ക് എല്ലാ ദിവസവും അത്ര ഹെവി പോകാൻ നോക്കാറില്ല. ലൈക്ക് സം ഡേയ്സ് ഡിപ്പെൻഡിങ് ഓൺ മൈ ബോഡി ഐ വുഡ് സേ. ഇപ്പൊ ഞാൻ അങ്ങനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. എനിക്ക് ബികോം പഠിച്ചുകൊണ്ട സമയത്ത് ഐ കുഡ് ലൈക്ക് ഡു കൺസിസ്റ്റന്റ് ഹെവി വെയിറ്റ്സ് 1 full week ഐ ക്യാൻ ഗോ ഹെവി, നോ പ്രോബ്ലം. ഇറ്റ് ഇസ് ബിക്കോസ് ലൈക്ക് ഡയറ്റ് അത്രയും പോയിന്റ് ആയിരുന്നു, സ്ലീപ്പ് അത്രയും പോയിന്റിലായിരുന്നു. ഐ ക്യാൻ ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് ഷെഡ്യൂൾ. അല്ലെങ്കിൽ ഒരു 1 to 2 months കഴിയുമ്പോൾ തന്നെ വാട്ട് ഐ വുഡ് ഡു ഇസ് ലൈക്ക് ബേസിക്കലി ഒരു വീക്ക് ഫുള്ള് ഡീലോഡ് ചെയ്യാറ്. ഡീലോഡിങ് ഇസ് ബേസിക്കലി വെയർ യു കട്ട് ഡൗൺ ദ വെയിറ്റ്സ്, റൈറ്റ്? ഫുഡും കാര്യങ്ങളും എല്ലാം സെയിം ആയിരിക്കും, എവറിത്തിങ് ഇസ് സെയിം, ജസ്റ്റ് വർക്കൗട്ട് സെയിം ആയിരിക്കും. പക്ഷേ ലിഫ്റ്റ് ചെയ്യുന്ന വെയിറ്റ്സ് ഓൾമോസ്റ്റ് ഹാഫ് ആയിരിക്കും. യു ഡോണ്ട് ലിഫ്റ്റ് ദ സെയിം എമൗണ്ട് ഓഫ് വെയിറ്റ്, യു ജസ്റ്റ് ഗോയിങ് ത്രൂ ദ സെയിം റേഞ്ച് ഓഫ് മോഷൻ സോ ദാറ്റ് യുവർ ബോഡി റിക്കവേഴ്സ്. എന്നുവെച്ചാൽ ഇത്രയും സ്ട്രെയിനേഴ്സ് ആയിട്ട് നമ്മൾ വെയിറ്റ് ലിഫ്റ്റ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് വരുമ്പോൾ ബോഡിക്ക് ആ ഒരു ഫറ്റീഗ് ഉണ്ടാവും, ഇതെന്തോ നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റി. സോ അതൊന്ന് മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ 1 week ഡീലോഡിങ് ചെയ്യുന്നത്. ഇതൊക്കെ ബിസിനസ് ചേട്ടൻ തന്നെയാണ് പറഞ്ഞത്. സെയിം വേ ലൈക്ക് നമുക്ക് ആ ഒരു ബോഡിക്ക് റിക്കവറി എത്തിക്കഴിയുമ്പോൾ നെക്സ്റ്റ് വീക്ക് വരുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ലെവൽ പെർഫോമൻസ് ആയിരിക്കും. ദെൻ ഞങ്ങൾ യൂഷ്വലി ചെയ്യാറുള്ള 1 week കഴിയുമ്പോഴത്തേക്കും നെക്സ്റ്റ് വീക്ക് വരുമ്പോഴത്തേക്കും ഫുൾ വർക്കൗട്ട് റൂട്ടീൻ മാറ്റും. സോ ദർ ഇസ് എ വേരിയേഷൻ, യു ഡോണ്ട് ഫീൽ ബോർഡ്. പക്ഷേ overall it's like a repetitive process. Like you're lifting the weight same way, you're just keeping it down. That's it, I think. Nothing new in it, but you can do it in different kinds of way.
so that you don't feel bored, right? Mentally, you don't feel bored. You're doing this for like right? So like you don't feel bored. Our boredom American, you do different kind of variations of hitting the same. ഇതേപോലെ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് യൂട്യൂബ് നോക്കി സോഷ്യൽ മീഡിയ നോക്കിയും ഈ ജിം റുട്ടീനെ കുറിച്ചുള്ള എനിക്കൊരു കൺഫ്യൂഷൻ ഇപ്പോൾ യൂട്യൂബിൽ കുറേ ആൾക്കാർ കുറേ രീതിയിലൊക്കെ പഠിപ്പിക്കും. നമുക്ക് അതെല്ലാം ഫോളോ ചെയ്യാനും ചിലപ്പോൾ ഫോളോ ചെയ്താൽ അതിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചുറീസ്. സോ എൻ്റെ അനുസാരം ഇതേപോലെ യൂട്യൂബോ സോഷ്യൽ മീഡിയ നോക്കി പഠിക്കുന്നതാണ് ബെറ്റർ. അതർവൈസ് ഒരു പേഴ്സണൽ ജിം ട്രെയിനർ. You can get a gym trainer, that is the best thing. But എല്ലാ ജിം ട്രെയിനേഴ്സിനും എക്സാക്ട് ഐഡിയ ഉണ്ടോ പറയാൻ പറ്റില്ല. ജസ്റ്റ് ബിക്കോസ് സർട്ടിഫിക്കറ്റ് കിട്ടിയെന്ന് വെച്ച് യു നോട്ട് ലൈക്ക് എ പ്രോപ്പർ ജിം ട്രെയിനർ. ചേട്ടൻ എന്നൊക്കെ പറഞ്ഞായിരുന്നു സർട്ടിഫിക്കറ്റ് ഉണ്ടോ നടത്തില്ല, ബട്ട് ഈസ് എ റിയലി ഗുഡ് ട്രെയിനർ. യു ക്യാൻ അറ്റസ്റ്റ് ഫോർ ദാറ്റ്. സോ തിങ് ഈസ് ലൈക്ക് യു ഹാവ് ടു ബി ലോജിക്കൽ. നിങ്ങൾ തന്നെ സ്വയമായിട്ടൊരു ലോജിക് ഉണ്ടായിരിക്കണം. യു ഹാവ് ടു ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് കോമൺ സെൻസ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ട്രൂ, വാട്ട് കുഡ് ബി റോങ്. അപ്പം ഓൺലൈനിൽ ഇഷ്ടം പോലെ കാര്യങ്ങൾ പറയാം. അങ്ങനെ ചെയ്താൽ നമുക്ക് ഇത്രയും സൈസുള്ള ആംസ് കിട്ടും, ചില ചെസ്റ്റ് ഇത്ര വലുതാക്കാം. യു ഹാവ് ടു ഗെറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ലൈക്ക് എത്രത്തോളം സമയം എടുക്കും. 90% ഓഫ് ഫിറ്റ്നസ് ഇൻഫ്ലുവൻസർ steroid ആയിരിക്കും. They are like having that enhancement, right? And we see their body like, oh, ഇവരിപ്പോ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, and then if I do it, I'll get a body like that. It's like it's not gonna happen. That is the truth. It will not happen. It's like very rare. അല്ല അത്രയും ജനറ്റിക്കലി ഗിഫ്റ്റഡ് ആണ്, ക്ലോസ് ടു ലൈക്ക് കോമ്പീറ്റിംഗ് ബോഡി എന്നൊക്കെ. പക്ഷേ ഇവരുടെ അടുത്തില്ല. ലൈക്ക് അവര് വന്ന് കാണിക്കുന്നത് ബിക്കോസ് ബേസിക്കലി ദേ ആർ ട്രൈങ് ടു സെൽ ദെയർ കോഴ്സ്. ദേ ജസ്റ്റ് ട്രൈങ് ടു സെൽ ദെയർ ഓൺ അല്ലെ പിന്നെ അവരുടെ വർക്ക്ഔട്ട് പ്രോഗ്രാം അല്ലെ റൂട്ടീൻ. സോ ദേ മേക്ക് ദർ മണി, റൈറ്റ്? അല്ലാണ്ട് അവർക്ക് ഇപ്പം നമ്മളെ ഇപ്പം കാർട്ടൂൺ സാധനം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് തന്നെ ദേ ജസ്റ്റ് ട്രൈങ് ടു സീക്ക് അവർ അറ്റൻഷൻ, റൈറ്റ്? അറ്റൻഷൻ കീപ്പ് ചെയ്യും. അപ്പൊ അതിനുവേണ്ടി എന്തും ഫസ്റ്റ് 3 to 4 seconds അത് ബേസ് ചെയ്തിട്ടായിരിക്കും അവർ അത് പറയും, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഇത്ര നല്ലതായിരിക്കും. പലരും കേട്ട് ചെയ്തിട്ടുണ്ടാവും, ഇഞ്ചുറി ചെയ്യാൻ ചാൻസ്. സോ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ പേഴ്സണൽ ട്രെയിൻ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ആൻഡ് ദെൻ ട്രൈ ടു ഗെറ്റ് മോർ നോളജ്. ദർ ആർ ലോട്ട് ഓഫ് ലൈക്ക് ചാനൽസ് കുറെ ഉണ്ട്. റിവ്യൂസ് ആൻഡ് എവറിങ്. ഓവറോൾ എക്സസൈസ് ടിപ്സ് ഒക്കെ നൈസ് ആയിട്ടാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. വെരി പ്രാക്ടിക്കൽ ആയിട്ടുള്ള, ഓവർ കോംപ്ലിക്കേറ്റ് ചെയ്തൊന്നും അങ്ങനെ കുറെ ചാനൽസ് ഉണ്ടായിരുന്നു. മോർ പ്ലേറ്റ്സ്, മോർ ഡേറ്റ്സ്, സയൻസ് സ്റ്റിൽ വെരി നോളജബിൾ ആയിട്ട് അങ്ങനെ കുറെ ചാനൽസ് ഉണ്ട് ദാറ്റ് ഫോളോ സയൻസ് ആൻഡ് എവറിങ്. സോ എന്റെ ഒരു ഇത് വെച്ച് പറഞ്ഞാൽ യു ഹാവ് ടു യൂസ് യുവർ കോമൺ സെൻസ് അലോട്ട്. കുറെ പേര് വന്ന് പറയും ഇങ്ങനെ ചെയ്താ അങ്ങനെ നല്ലതാണ്, അല്ല പിന്നെ ഈ ഒരു പർട്ടിക്കുലർ സപ്ലിമെന്റ് എടുക്കും. ഇൻ മൈ ജേർണി ഐ നെവർ ടേക്കൺ എ സപ്ലിമെന്റ്, സോ ഐ ക്യാൻ റിയലി അറ്റസ്റ്റ് ലൈക്ക് ഇതൊന്നും ജസ്റ്റ് ഫോക്കസ് ഓൺ ഹോൾ ഫുഡ്സ്. ലൈക്ക് വീട്ടിലുണ്ടാകുന്ന ഫുഡ് കഴിക്കാൻ പറ്റും. മേക്ക് യുവർ ഓൺ പ്രോട്ടീൻ ഷേക്ക്, എന്താ പറയാ, മിൽക്ക്, ബനാന സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് കുടിച്ചാൽ അതൊക്കെ നമുക്ക് അങ്ങനെ കോമ്പറ്റീഷൻ ലെവലിലോട്ടൊക്കെ പോകുമ്പോഴാണ് പിന്നെ ഈ പ്രോട്ടീൻ പൗഡർ, ക്രിയേറ്റിൻ അതൊന്നും ഇല്ലെങ്കിൽ സാധാരണ ജിമ്മിൽ പോകുന്ന ആൾക്കാർ അതിന്റെ ആവശ്യം. പക്ഷെ ആൾക്കാർ എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ സോഷ്യൽ മീഡിയയിൽ കൂടെ അവരുടെ സപ്ലിമെന്റ്സ്, അല്ല അവർ സ്പോൺസർ ചെയ്യുന്ന ആൾക്കാരുടെ സപ്ലിമെന്റ്സ്. സോ ജസ്റ്റ് ഗെറ്റ് എൻ ഐഡിയ ഓഫ് യുവർ ഓൺ ബോഡി, ഗെറ്റ് ടു ഹാവ് ദാറ്റ് അണ്ടർസ്റ്റാൻഡിങ്, കൂടുതൽ നോളജ് കിട്ടും, കോമൺ സെൻസ് കീപ്പ് ചെയ്യുക, ആൻഡ് ദെൻ ഗോ വിത്ത് ദാറ്റ്. മേക്ക് ഷുവർ ടു നോ ദാറ്റ് ലൈക്ക് ഒരു സാധനം കൺസിസ്റ്റന്റ് ആയി ഒരു ലോങ് പീരീഡ് ഓഫ് ടൈം പോയാൽ മാത്രമേ നമുക്ക് ആ ഒരു ഇമ്പ്രൂവ്മെന്റ്. അല്ലാതെ ഇപ്പം ഒരു വീക്ക് ഇപ്പൊ ഒരു ട്രെയിനർ ചെയ്യുന്ന അടുത്തത് വേറൊരു ഇൻഫ്ലുവൻസർ പറഞ്ഞ കണ്ട് അത് കണ്ട് ചെയ്തു, പിന്നെ യൂട്യൂബ് വീഡിയോ കണ്ട് അടുത്ത വീക്ക് അങ്ങനെ യു നെവർ പ്രോഗ്രസ് ചെയ്യുന്നത്. ഗോ കൺസിസ്റ്റന്റ്ലി അറ്റ് വേർ വൺ തിങ്. അതിപ്പം വർക്കിംഗ് ഔട്ട് മാത്രമല്ല, ഇറ്റ് അപ്ലൈസ് ടു ഓൾമോസ്റ്റ് ഓൾ പാർട്സ് ഓഫ് ലൈഫ്. അപ്പം കോഫിയൊക്കെ കുടിച്ചിട്ട് ചിലവരൊക്കെ വൈകുന്നേരം പോയി ജിമ്മ് ട്രെയിൻ ചെയ്യാറുണ്ട്. ഇതിന് ഇതേപോലെ കോഫി കുടിച്ചിട്ട് ജിമ്മിൽ പോയിട്ടുണ്ട്? കോഫി നോട്ട് റീൽ. ഞാൻ അങ്ങനെ കോഫി ടീ ഒന്നും കുടിക്കാറില്ലായിരുന്നു. എപ്പോഴും കുടിക്കാറില്ല അങ്ങനെ, എല്ലാം റയറായിട്ട്. സോ ഇറ്റ്സ് ലൈക്ക് ജിമ്മിൽ പോകുന്നതിന് മുമ്പ് പലരും ഈ പ്രീ വർക്ക്ഔട്ട് പോലെ എടുക്കാറുണ്ട്. ആൻഡ് ദാറ്റ്സ് ലൈക്ക് അപ് ടു ദം, റൈറ്റ്? ചിലവർക്ക് ആ ഒരു ടയർഡ്നെസ്സും ജിമ്മിൽ പോകുന്നതിന് മുമ്പ് അരമണിക്കൂർ ലൈക്ക് എന്നാലും എനിക്കൊരു ബോഡിക്ക് ഒരു റെസ്റ്റ് കിട്ടി, ഇതന്നെ ട്രൈ പൊസിറ്റ്. ഇപ്പൊ 100 ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, പിന്നെ പെട്ടെന്ന് 150 പോകാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡിഫിക്കൽട്ട്. റെസ്റ്റ് കിട്ടുക, ദെൻ യു ഗോ ആൻഡ് വർക്ക് എന്നാണ് എന്റെ മൈൻഡിലുള്ളത്. സോ വർക്ക് വെരി വെൽ ഫോർ മീ. സോ ഇപ്പൊ ഈ സ്റ്റിമുലൻസ് ഒക്കെ എടുക്കുമ്പം ആ ഒരു ഡിപെൻഡൻസി, like where you don't get that thing and then if you're trying to work out you will feel not so great. So in their opinion, up to you. If you're having a very strenuous work schedule and everything, then you need that kind of extra boost. Go ahead for it.
but make sure you're not too much dependent on it, right? Take low doses or something and try not to be so much dependent on it also. Like naturally എത്ര നടത്തി അങ്ങനെ പോകാൻ നോക്കുക, ബോഡിയുടെ റിതം വെച്ച്. പിന്നെ ഒന്നും പറ്റുന്നില്ല, അത്ര സ്ട്രെയിനസ് ആയിട്ടുള്ള ഒരു എൻവയറമെന്റ് ആണെങ്കിൽ then you can definitely go for pre-workout whatever. നാപ്പിൻ്റെ കാര്യം റൈറ്റ്, ഈവനിങ് കുറച്ച് ടയർഡ് ആകുമ്പോൾ ഫസ്റ്റ് കിടന്ന് ഉറങ്ങിയിട്ട് നാപ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇപ്പം ഈവനിങ് ടൈമിൽ സ്റ്റേർണസ് ആയിട്ടുള്ള ഒരു ഡേ ആണ്, അപ്പം കുറച്ച് കിടന്ന് ഉറങ്ങിയിട്ട് പിന്നെ പോയി ജിം വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ അതൊരു റെഗുലർ റുട്ടീൻ ആണോ, അതർവൈസ് അതൊരു റിക്വയർമെൻറ്റ്? For me it was like I had classes till 9 or 10 o'clock. I can't feel that same kind of what you say energy in this country. ഞാൻ പിന്നെ വേറെ ഒന്നുമില്ല, ജസ്റ്റ് വെള്ളം കൊണ്ടിട്ട് അതിന് മുമ്പ് ചായ കുടിക്കുകയോ കോഫി കുടിക്കുകയോ. For me it was like that nap is necessary. Afternoon nap എനിക്ക് ഒന്ന് പണ്ട് പോലുള്ള ശീലമായിരുന്നു. So me having this nap റിജുവിനേറ്റ് ചെയ്തിട്ട് എനിക്ക് തിരിച്ചു പോകാൻ പറ്റുന്ന ഒരു ഹാബിറ്റ് ഇവഞ്ച്വലി ലൈക്ക് അത് ചെയ്ത് തന്നെ പോകുമ്പോഴാണ് എനിക്കും വർക്കൗട്ട് ദാറ്റ് ഫീൽസ് മച്ച് സ്മൂത്തർ. ഓക്കെ, നമ്മൾ നേരത്തെ ഇപ്പോൾ സംസാരിച്ചപ്പം ഇഞ്ചറീൻ്റെ ഒരു, അപ്പം ഇതിൻ്റെ ജിം ഇഞ്ചറീസ് ഉണ്ടായിട്ടുണ്ട്? Yeah, definitely. Like I think the first 1 year ആ ഒരു സമയത്തായിരുന്നു. And that was like the only, അല്ല അത് കഴിഞ്ഞിട്ട് ഉണ്ടായിട്ടുണ്ട്. ഫസ്റ്റ് ഇഞ്ചുറി വാസ് ലൈക്ക് മെയിൻലി ഡ്യൂ ടു ദ ഫാക്ട് ലൈക്ക് ഞാൻ കൂടുതൽ വെയിറ്റ്സ് ലിഫ്റ്റ് I was going way faster than my body was able to recuperate. ആ ഒരു ബിൽഡ് ആവുന്ന ടൈം ലിഫ്റ്റ് മോർ വെയിറ്റ്. അപ്പൊ മൈൻഡ് അങ്ങനെ ആയിരിക്കും, നമ്മള് ഭയങ്കര എനർജി ഉണ്ട്, ലിഫ്റ്റ് മോർ വെയിറ്റ്. ബോഡി ബിൽഡ് ചെയ്യുന്ന സെക്കൻഡ് ആയുള്ളൂ, പക്ഷെ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ ആ സമയത്ത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അവിടെ ഹാപ്പൻസ് ലൈക്ക് ഷോൾഡറിന് ചെറിയൊരു ഇഞ്ചുറി ആണ്. ഷോൾഡർ പ്രസ് ചെയ്തപ്പം ഷോൾഡറിന് ചെറിയൊരു ഇഞ്ചുറി, മൈനർ ഇഞ്ചുറി ആയിരുന്നു. വിത്തിൻ 1 or 2 weeks റെഡി ആയിരുന്നു. എക്സ്റേ ഒക്കെ എടുത്ത് ഫൈൻ. വാട്ട് ലൈക്ക് അപ്പോൾ ഉള്ളൊരു ഇഷ്യൂ ആ ഒരു ചെന്ന മാക്സിമം ഗെയിൻസ് ചെയ്യാൻ, ഗെയിൻസ് കിട്ടുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് വരും, ലിഫ്റ്റ് മോർ വെയിറ്റ്സ്. അപ്പോഴത്തേക്കും ആ ഒരു മൈൻഡ് വെച്ചിട്ട് ലൈക്ക് ഈഗോ ലിഫ്റ്റിംഗ് മാക്സിമം അവോയ്ഡ് ചെയ്യാം. അന്ന് ലിഫ്റ്റ് ചെയ്ത വെയിറ്റ് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ് ഹെവി, ലൈക്ക് ഐ വാസ് പുഷിംഗ് മൈസെൽഫ്. ഒരു ഗോയിങ് കംഫർട്ടബിൾ ലെവലിൽ റെപ്പായി, എന്നിട്ടും പിന്നെ പുഷ് ചെയ്തപ്പോഴാണ് ഇഞ്ചുറി ആയത്. സോ എന്റെ ഒരു അഡ്വൈസ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നമുക്ക് പാർട്ണർ ഉണ്ടെങ്കിൽ നല്ല ഒരു വർക്കൗട്ട് പാർട്ണർ ഉണ്ടെങ്കിൽ കൂടെ നിന്ന് വർക്കൗട്ട് ചെയ്ത് സൂപ്പർ ആയിരിക്കും. സോ യു ഡോണ്ട് ഫീൽ മച്ച് കൈൻഡ് ഓഫ് സ്ട്രെയിൻ, they will be there to support you, അല്ലാണ്ട് ഇഞ്ചുറി വരത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അതിലും 10 ഇരട്ടി വെയിറ്റ്, മീൻസ് 10 കുറെ നല്ല വെയിറ്റ് അടിച്ചിട്ടുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് ആ ഒരു വർക്കൗട്ട് പാർട്ണർ ഉള്ളപ്പം യു ഫീൽ മച്ച് സേഫ്, റൈറ്റ്? സോ ഇറ്റ്സ് സേഫ് എന്ന് പറയാം. പിന്നെ വന്നുള്ള ഇഞ്ചുറി എന്ന് പറഞ്ഞത് ഡെഡ് ലിഫ്റ്റ് അടിച്ചപ്പോഴായിരുന്നു, ലോവർ ബാക്കിന് വെച്ച് വന്നായിരുന്നു. ദാറ്റ് ഇസ് ലൈക്ക് ഞാൻ പറഞ്ഞു ജിം ഭയങ്കര ഓൾഡ് സ്കൂൾ ടൈപ്പ് ജിം ആയിരുന്നു. സോ ഈവൻ ഇഫ് യു ആർ ലിഫ്റ്റിംഗ് ഹെവി ദേ വോണ്ട് അലൗ യു ടു ലൈക്ക് ഡ്രോപ്പ് ദ വെയിറ്റ്സ്, യു ഹാവ് ടു ഡ്രോപ്പ് ഇറ്റ് വെരി സ്ലോ, വെരി സ്മൂത്ത്. So I was lifting like some 110 kilos something, 120 kilos. അപ്പോൾ ലിഫ്റ്റ് എടുത്ത എന്നിട്ട് ലൈക്ക് മൈ 1 rep മാക്സിന്റെ അടുത്തൊക്കെ, എന്നിട്ട് ഞാൻ പയ്യെ താഴെ കൊണ്ടുവരുമ്പോൾ ലൈക്ക് സ്മോൾ ഇഷ്യൂ. അപ്പൊ ആ ഒരു പെയിൻ ഉണ്ടായിരുന്നു. അത് പിന്നെ കുറെ നാള് റീഹാബ് ഒക്കെ ചെയ്തിട്ട് ഓക്കെ, ഡോക്ടർ ഒന്നും പോയില്ല, ജസ്റ്റ് നോർമൽ റീഹാബ് ചെയ്തു, കുറെ നാൾ ഡെഡ് ലിഫ്റ്റ് ഒന്നും ചെയ്തു, അങ്ങനെയൊക്കെ ഓക്കെ ആയി. ഇത് രണ്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇൻസ്റ്റൻസസ്. പിന്നെ ഐ ഹാഡ് ദാറ്റ് ക്ലിയർ ഐഡിയ ാണ് ഐ ഫീൽ സേഫ്. എവിടെ പുഷ് ചെയ്ത് ഓവർ എക്സേർട്ട് ചെയ്യുമ്പോഴാണ് ആ ഒരു ലൈക്ക് പിന്നെ എനിക്ക് ഉണ്ടായിട്ടില്ല ഈ ഒരു 5 വർഷത്തിലാകെ ഒന്ന് ആക്ച്വലി ജിമ്മിന്റെ ഒരു ഇഷ്യൂ എന്ന് പറയാം. ഫസ്റ്റ് പിന്നെ വന്നത് ബേസിക്കലി എന്റെ ഒരു ഇൻഎക്സ്പീരിയൻസ് പറഞ്ഞല്ലോ. ഫോക്കസ് ഓൺ ഫ്യൂ തിങ്സ് ലൈക്ക് ആ ഒരു എവിടെയാണോ പെയിൻ ഉള്ളത് അവിടെ അങ്ങോട്ട് ബേസിക്കലി ബ്ലഡ് ഫ്ലോ എത്തിക്കുക എന്നുള്ളതാണ്. സോ ദാറ്റ് ഇറ്റ് ഗെറ്റ്സ് കൈൻഡ് ഓഫ് റിക്കവേർഡ്. ആ റിക്കവറി പീരീഡിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള സംഭവമാണ്. ഞാൻ റീഹാബ് ചെയ്യുവാണെങ്കിൽ ബേസിക്കലി ആം റെസ്ലിംഗ് തന്നെ എവിടെയെങ്കിലും പെയിൻ ഉണ്ടെങ്കിൽ ലൈറ്റ് വെയിറ്റ് ഇട്ട് മാക്സിമം റെപ്സ് ആ ഒരു ഇതിലൂടെ, പിന്നെ ലോവർ ബാക്ക് ഒക്കെ ആണെങ്കിലും വെയിറ്റ് കുറച്ചിട്ട് സെയിം റേഞ്ച് ഓഫ് മോഷനിൽ പോവുക, റെപ്പ് പോവുക, അതൊക്കെയാണ് റീഹാബിൽ ഫോക്കസ് ചെയ്യുക. പിന്നെ മാക്സിമം എക്സേർട്ട് ചെയ്യാണ്ടിരിക്കുക. ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് യുവർ ഇഞ്ചേർഡ്, അപ്പം ഗിവ് ഇറ്റ് ടൈം ടു റെസ്റ്റ് ആൻഡ് ദെൻ വർക്ക് സ്ലോലി, ലൈറ്റ് സ്ലോലി വിത്ത് വെയിറ്റ്, സ്ലോ ആയിട്ട് ചെയ്യുക, സ്ലോ ആയിട്ട് ചെയ്തു. പിന്നെ നല്ല രീതിയിൽ ന്യൂട്രീഷൻ നോക്കുക. പിന്നെ ക്രിയാറ്റിൻ ഹെൽപ്സ് ലോട്ട് ഇൻ ലൈക്ക് റിക്കവറി ആൻഡ് എവരിതിങ്. സോ ആ ഒരു കാര്യം ഉണ്ടായിരുന്നു റീഹാബിലും കാര്യത്തിലൊക്കെ ഐ തിങ്ക്. ഇപ്പം ആം റെസ്ലിംഗിന്റെ എനിക്കറിയാം. അപ്പം ഇതിന് വന്ന് ഈ കോളേജ് പീരീഡിൽ ആം റെസ്ലിംഗ് കോമ്പറ്റീഷൻ പോയിട്ടുണ്ട്, അതിൽ ജയിച്ച. സോ അതിനെ കുറിച്ച് ഒന്ന് പറയാൻ പറ്റുമോ, എങ്ങനെയാണ് ആം റെസ്ലിംഗിലോട്ട്? ആം റെസ്ലിംഗ് വന്ന മെയിൻ റീസൺ ലൈക്ക് എനിക്ക് ബോഡി ബിൽഡിംഗ് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. ആൻഡ് ഐ വാസ് ലൈക്ക് റെഡി ടു ഗെറ്റ് ഓൺ സ്റ്റേജ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. അപ്പം അവിടെ അടുത്ത് തന്നെ നടന്നൊരു
ബോഡി ബിൽഡിംഗ് കോൺടെസ്റ്റ് ഉണ്ടായിരുന്നു പരുമലയിൽ വെച്ചിട്ട്. ഞാൻ തിരുവനന്തപുരം. അപ്പം പരുമല ചെന്നു, സീയിങ് ദ കോമ്പറ്റീഷൻ. ഐ വാണ്ട് ടു സീ ലൈക്ക് വാട്ട് ഈസ് ദ സ്റ്റേജ്, വാട്ട് ഈസ് ദ സ്റ്റേജസ്, എന്തൊക്കെയാണ് നടക്കുന്നത്. ഫുൾ ഇവന്റ് ഞാൻ ഉണ്ടായിരുന്നു. മനസ്സിലാക്കാൻ പറ്റിയത് ഏറ്റവും ചെറിയ വെയിറ്റ് ക്ലാസ്, ഈവൻ ലൈക്ക് 60-65 വെയിറ്റ് ക്ലാസ് ആണെങ്കിലും വരുന്ന ആൾക്കാരെല്ലാം ലൈക്ക് ദർ ഓൾ ലൈക്ക് ടേക്കിംഗ് സ്റ്റിറോയിഡ്, ലൈക്ക് വെരി പർട്ടിക്കുലർ ടൈപ്പ് ഒക്കെ ആയിരുന്നു, ഓവർ ദി നാച്ചുറൽ തിങ് ദാറ്റ് യു സീ. അങ്ങനെ ആയപ്പോൾ ഐ വാസ് ലൈക്ക് വെരി ഡീമോട്ടിവേറ്റഡ്. ഐ എം ലൈക്ക് ആസ്കിങ്. ഞാൻ അവിടെ എന്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു, സംസാരിച്ചു. അവർ കോമ്പീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരും പറഞ്ഞാൽ ഇതൊക്കെ എടുത്താലേ ദേ വിൽ വിൻ സംതിങ്, വിൽ നോട്ട് ഗോ ഫാർ. ആൻഡ് എനിക്ക് അങ്ങനെ വലിയ രീതിയിൽ പോകണം, ബട്ട് ഐ റിയലി ലൈക്ക് ടു ഗെറ്റ് ഓൺ സ്റ്റേജ്. ലൈക്ക് ഹെൽത്ത് നമ്മളിങ്ങനെ കളഞ്ഞിട്ട് ഒരു പർട്ടിക്കുലർ സ്പോർട്ടിന് അത്ര ഡെഡിക്കേറ്റ് ചെയ്ത് പോകും. പിന്നെ ഞാൻ എന്റെ ജിമ്മിലുള്ള സീനിയർ, അവരും പറയുന്നത് ഭയങ്കര സീനാണ്. ഇവിടെ നമുക്ക് ഇന്ത്യ കിട്ടുന്ന സ്റ്റിറോയിഡ്സിന്റെ കാര്യത്തിലും ക്വാളിറ്റിയിലൊക്കെ ഭയങ്കര ഇഷ്യൂസ് ഉണ്ടാവും. അതിൽ നിന്ന് പല പല ഇഷ്യൂസ് നമുക്ക് സൈഡ് എഫക്ട്സ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ലൈക്ക് ഫുള്ളി ബാക്ക് ഔട്ട് ചെയ്തായിരുന്നു. പിന്നാണ് ആ സമയത്ത് തന്നെയാണ് ഡയറക്ട്ലി ഈ ഒരു ആം റെസ്ലിംഗിന്റെ ടേബിൾ നമ്മുടെ ജിമ്മിൽ വരുന്നത്. ലൈക്ക് ഇത് ഇങ്ങനെ ഒരു അസോസിയേഷൻ ഉണ്ട്, കോമ്പറ്റീഷൻസ് ഹാപ്പനിങ് എന്ന് കണ്ടപ്പോൾ ഞാൻ ലൈക്ക് വാവ്, ഞാൻ ഇതിനെപ്പറ്റി അറിഞ്ഞേ ഇല്ല. ഐ തിങ്ക് 2021 or 2022 ആ ഒരു സമയത്ത് അങ്ങോട്ടായിരുന്നു ഒന്നുമില്ല എക്സാക്ട്ലി. അപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോഴാണ് പത്തനംതിട്ട ആദ്യമായിട്ട് ഒരു ആം റെസ്ലിംഗ് ടീമൊക്കെ ഫോം. ആൻഡ് ദെൻ അവിടുന്ന് പിന്നെ ഐ വാസ് ലൈക്ക് ഹുക്ക്ഡ് ഓൺ ടു ദിസ് തിങ്. ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ കുറെ ആം റെസ്ലിംഗ് കുറെ ചെയ്തിട്ടുണ്ട് സ്കൂളിൽ. സോ അപ്പോഴൊക്കെ ഞാൻ ജയിക്കുമായിരുന്നു മോസ്റ്റ് ഓഫ് ദ ടൈം. പിന്നെ ഇതിലോട്ട് വന്നപ്പോൾ കുറെ ടെക്നീക്ക് ഉണ്ട്, കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, റൂൾസും കാര്യങ്ങളും എല്ലാം. ആൻഡ് വാട്ട് ഹാപ്പൻ ഇസ് ലൈക്ക് അത് തുടങ്ങി കഴിഞ്ഞൊരു കമ്മ്യൂണിറ്റി ബിൽഡായി, ഒരു ക്ലബ്ബ് ഫോം ചെയ്തു, പല ജിമ്മിൽ പോയി പ്രാക്ടീസ് ചെയ്യുന്നു. അതുകൊണ്ട് വേറെ ആൾക്കാർ വരുന്നു, പുറത്തു നിന്നൊക്കെ, കൊല്ലത്തു നിന്നും ആലപ്പുഴ നിന്നൊക്കെ ആൾക്കാർ വന്ന് നമ്മളവിടെ പ്രാക്ടീസ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഗ്രേറ്റ്. ഒരു കമ്മ്യൂണിറ്റി ഭയങ്കര ഒരു പോസിറ്റീവ് ആയിട്ടുള്ള, എവറി സാറ്റർഡേ സംതിങ് വി യൂസ് ടു ഹാവ് പ്രാക്ടീസ്. ഒരു ഗ്രേറ്റ്. അങ്ങനെയാണ് ആം റെസ്ലിംഗ്. പിന്നെ PG നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കാൻ തുടങ്ങിയപ്പം കുറച്ച് ബ്രേക്ക്, ബിക്കോസ് ഇവിടെ വന്ന് ഫുഡ്, ഡയറ്റ്, പിന്നെ ഷെഡ്യൂൾ ഭയങ്കര ഇതൊക്കെയായി. ആ സമയത്തും പിന്നെ എനിക്കൊന്നും ഒത്തിരി ഫോക്കസ് ചെയ്യാൻ പറ്റും. അടുത്താണ് പിന്നെ എനിക്കൊന്ന് തിരിച്ച് ഫോക്കസ് ചെയ്യാൻ, മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ പറ്റുന്ന ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതിനി പ്രോഗ്രസ് ചെയ്യാൻ പറ്റുമെന്ന്. ആം റെസ്ലിംഗ് അപ്പം പാഷൻ ആണോ, അതർവൈസ് ഒരു It's like a sport, you can say. More of like a sport that you play. And something that I like. Like a competition വരുമ്പോൾ you just get more prepared. It's something that I like to do. ആ ഒരു ഇനീഷ്യൽ സ്റ്റേജ് ഒക്കെ ഭയങ്കര ടഫാണ്. നമുക്ക് ഭയങ്കര ജോയിന്റ് പെയിൻ, ടെൻഡൻ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉറങ്ങാൻ പോലും പറ്റത്തില്ല നമ്മളെ കൈയൊക്കെ വേദന എടുത്തിട്ട്. ബട്ട് ഒരു പോയിന്റ് കഴിഞ്ഞ് യു ഫീൽ ലൈക്ക് ദ ഹോൾ ഇതെന്താ ക്യാച്ച് എന്നുള്ളത് മനസ്സിലാവും. ദെൻ യു ആർ ലൈക്ക് ഹുക്ക് ടു ഇറ്റ്, റൈറ്റ്? കുറെ പേരുണ്ടാവും that you're stronger than you, then you're like half your size and thing, and you're like amazed, how is this guy pulling me down? You'll be like mind blown. You get to study like എന്താണ് ഇതിൽ ആക്ച്വലി വരുന്ന ഫാക്ടേഴ്സ്, ടെൻഡൻ സ്ട്രെങ്ത് ആണ്, not your muscle strength, and things like that. Definitely ഇതൊരു കൈൻഡ് ഓഫ് ലൈക്ക് ഒരു സ്പോർട്ട് ഐ പ്ലേ, ലൈക്ക് എ ഹോബി ദാറ്റ് ഐ ലൈക്ക്. പാഷൻ ആണോ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ലൈക്ക് അത്രയും പാഷനേറ്റ് അല്ല, ബട്ട് സ്റ്റിൽ ഐ ലൈക്ക് ഇറ്റ്. ഇറ്റ്സ് ലൈക്ക് എ സ്പോർട്ട് ഐ ലൈക്ക്. അത് ഈസ് ലൈക്ക് ജിമ്മിൽ പോയപ്പോഴും വന്ന സെയിം സാധനം തന്നെയാണ്. Like how consistent you are in one thing, അത്രയും നിങ്ങൾ ഇമ്പ്രൂവ് ആവും. ദാറ്റ് ഈസ് എന്റെ തിങ്. ലൈക്ക് എന്നെ ഇപ്പോഴത്തെ ഫസ്റ്റ് കോമ്പറ്റീഷൻ ഒക്കെ എന്നെ ഈസി ആയിട്ട് തോപ്പിച്ച ആൾക്കാരുള്ള ലൈക്ക് ബോഡി ബിൽഡേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഡിഫീറ്റ് മീ, റൈറ്റ്? അപ്പോഴും എനിക്കറിയില്ല എങ്ങനെ റെസ്ലിംഗ് ചെയ്യേണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള കോമ്പറ്റീഷൻസ് എല്ലാം ലൈക്ക് എല്ലാവരും ഫ്ലാഷ് പിൻ ചെയ്യും. ബിക്കോസ് ഐ വാസ് ട്രെയിനിങ് ഫോർ ഇറ്റ്, റൈറ്റ്? യു ട്രെയിൻ ഫോർ സംതിങ്, യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ദാറ്റ് ഇംപ്രൂവ്മെന്റ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ലൈഫിലും അതേപോലെ തന്നെയാണ്. കാര്യം എയിം ചെയ്ത് വെച്ചിട്ടുണ്ടോ, എനി ഗോൾ യു വാണ്ട് ടു അച്ചീവ്, കൺസിസ്റ്റന്റ് അറ്റ് ഇറ്റ്, ഡെഫിനറ്റ്ലി ഇംപ്രൂവ്മെന്റ് ഉണ്ട്, ഫോർ ഷുവർ. അതൊരു കാര്യം എനിക്ക് പഠിക്കാൻ പറ്റും. പിന്നെ ഇതിൽ ഈ ഒരു റെസ്ലിംഗ് ചെയ്യുമ്പോൾ ഉള്ളൊരു മൈൻഡ് സെറ്റ് വേറെയാണ്. ഇറ്റ്സ് ലൈക്ക് ജിമ്മിൽ പോകുന്നതിനെക്കാട്ടി ഇറ്റ്സ് ലൈക്ക് മോർ ഓഫ് ലൈക്ക് എ ഫൈറ്റിംഗ് സ്പിരിറ്റ് എന്ന് പറയാം. അതിൽ വെയിറ്റ് പുഷ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ആക്ച്വലി യു ആർ ട്രൈങ് ടു പിൻ സമൺ എൽസ് ആംസ്. ഒരു മൈൻഡ് ഈസ് ലൈക്ക് മച്ച് സേ ഒരു വാറിയർ സ്പിരിറ്റ് ബിൽഡ് ചെയ്യും, ഗിവ്സ് യു മോർ ഗട്ട്സ്, മോർ കോൺഫിഡൻസ് എന്നൊക്കെ പറയാം. ലൈക്ക് വെരി എന്താ പറയുക ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമ്പോൾ. പിന്നെ റെസ്പെക്റ്റീവ് വേറെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ you're not trying to disrespect anyone, you're trying to learn from them and they're trying to learn from you. ആ ഒരു രീതിയില്ല. സോ ഇറ്റ്സ് ലൈക്ക് വെരി പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം കൂടെ വെച്ചു. ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ടാകും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആം റെസ്ലിംഗിൽ ഫുള്ള് വന്ന് നമ്മളെ ആംസും അതിൻ്റെ ഒരു ടെക്നിക്കൊക്കെ അല്ലേ. ഇതിൻ്റെ എന്തെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള റൂട്ടീൻ ഉണ്ടോ, ആം റെസ്ലിംഗ് റൂട്ടീൻ?
or strength training routine? റെപ്പ് റേഞ്ച് ഒക്കെ ഇങ്ങോട്ട് ഹൈ ആയിരിക്കും. സ്ട്രെങ്ത് ഫോക്കസ് എന്ന് പറയുമ്പോൾ വെരി ലോ റെപ്പ് ആയിരിക്കും, പക്ഷെ വെയിറ്റ്സ് ഭയങ്കര ഹൈ ആയിരിക്കും. ബൈസെപ്പുകളും കാര്യങ്ങളും ഹാഫ് റെപ്പ് ഒക്കെ അടിക്കുമ്പോൾ ലൈക്ക് 50-55 കിലോസ് ഒക്കെ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈക്ക് പ്രൊണേഷൻ വർക്ക് ഒക്കെ ഉണ്ട്, അതും 40 കിലോസ് ഒക്കെ. ദാറ്റ്സ് എ വെരി ഗുഡ് ഇംപ്രൂവ്മെന്റ് ഫ്രം മൈ സൈഡ്. അങ്ങനത്തെ കുറച്ച് ടിപ്സ് ഫോക്കസ് മേ ബി ലൈക്ക് 1-2 റെപ്പേ പോകത്തുള്ളൂ, ബട്ട് ഇറ്റ്സ് ലൈക്ക് വെരി ഗുഡ് ഫോർ യു ഇൻ ടേംസ് ഓഫ് പെർഫോമൻസ്. അതാണ് ഇപ്പോഴത്തെ പർട്ടിക്കുലർ റൂട്ടീൻ ഫോളോ ചെയ്യുന്നത്. ബോഡി ബിൽഡിംഗ് അല്ലെങ്കിൽ പിന്നെ ജസ്റ്റ് റെഗുലർ വർക്കൗട്ട്സിലോട്ട് ഐ ഫോക്കസ് മോർ ഓൺ സ്ട്രെങ്ത് ബിൽഡിംഗ് rather than ബിൽഡിംഗ് ദ ഫിസിക്. ഫിസിക് ബിൽഡ് ചെയ്യാനുള്ള ചില 2-3 വർക്കൗട്ട്സ് ഒക്കെ വെക്കുന്നേ ഉള്ളൂ. ഒരു ബോഡി പാർട്ട് വെച്ചിട്ട് ഒരു വർക്കൗട്ട് വെച്ചിട്ട് അതിനെ റെപ്പ് റേഞ്ച് കൂട്ടിയിട്ട് നല്ല രീതിയിൽ സ്ട്രെച്ച് കിട്ടുന്നതാണെങ്കിൽ അത് ചെയ്യും. അത്രേ ഉള്ളൂ. അപ്പം നോർമലി ബോഡി ബിൽഡിംഗ് ആയിരുന്നാലും ശരി, ആം റെസ്ലിംഗ്, ഒരു സ്റ്റേജ് എത്തുമ്പോൾ ബോഡിയിൽ ഒരു പെയിൻ വരില്ലേ? ഇതിന് എത്ര ദിവസമാണ് ആ ഒരു പെയിനിൽ നിന്ന് റിക്കവർ ചെയ്യാൻ? പെയിൻ ഓൺ ദി ഇൻസൈഡ്, ഒരു വൃത്തിയായിട്ടൊരു വേദന. അപ്പൊ ആ സമയത്തൊക്കെ ഇറ്റ് ടു ടേക്ക് 3 to 4 days. പിന്നെ ആകെ സൊല്യൂഷൻ വന്ന ക്രിയാറ്റിൻ വന്നപ്പോ തന്നെ അത് മാത്രമേ പിന്നെ എടുത്തിട്ടേ ഉള്ളൂ. ആ ഒരു ചെറിയ ഐ തിങ്ക് ഫാസ്റ്റ് ആപ്പിന്റെ അത് ഒരു പർട്ടിക്കുലർ ക്രിയാറ്റിൻ എടുത്തേക്ക് റിക്കവറി ഫാസ്റ്റായി. ഒരു 1 ഡേക്കുള്ളിൽ ഈ ഒരു പെയിൻ മാറും. അത് സൂപ്പർ. അതിന്റെ കൂടെ പെയിൻ കില്ലറും കാര്യങ്ങളും മറ്റേ ഇതുണ്ടല്ലോ, മറ്റേ ബാമും ഓയിൽമെന്റ്, അതുകൊണ്ട് എല്ലാം ദാറ്റ് വാസ് റിയലി ഹെൽപ്ഫുൾ. റിക്കവറിക്ക് സൂപ്പർ ആയിരുന്നു. അല്ലാതെ ഇപ്പൊ എനിക്ക് എടുത്തിട്ട് സ്ട്രെങ്ത് കൂടിയെന്നോ അല്ല ബോഡിക്ക് ലൈക്ക് റിക്കവറിക്ക് അടിപൊളിയാണ്. പിന്നെ അത് കഴിഞ്ഞ് എടുക്കേണ്ട വന്നിട്ട് പിന്നെ യുവർ ബോഡി ഗെറ്റ്സ് യൂസ് ടു ദ സ്ട്രെസ് ആൻഡ് ടെൻഷൻ ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. അപ്പത്തേക്കും പിന്നെ എടുക്കേണ്ട വന്നിട്ടില്ല. ഇതേപോലെ ഇപ്പം നോർമലി ഇപ്പം മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ അല്ലെങ്കിൽ കുറച്ച് പീപ്പിളിൻ്റെ കാര്യങ്ങളാണ്, ലൈക്ക് ചിലവരൊക്കെ ഒരു 3 months ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ജിമ്മ് പോവും, പിന്നെ വർക്ക് ഷെഡ്യൂളോ അല്ലെങ്കിൽ പേഴ്സണൽ ഇഷ്യൂസിൻ്റെ കാരണം ജിം ഡിസ്കണ്ടിന്യൂ ആവും. മേ ബി ഒരു 6+ months മേ ബി. പിന്നെ അവർക്ക് ജിമ്മിലോട്ട് പോകും. സ്റ്റാർട്ടിങ്ങിൽ എത്ര ദിവസമാണ് ലൈക്ക് ഒരു നോർമൽ റൂട്ടീൻ ഫോളോ ചെയ്യണം, പിന്നെ ഹയർ റൂട്ടീനിലോട്ട് പോകണം? ഓക്കെ, ലൈക്ക് ബിഗിനർ ആയിട്ട് വരുമ്പോൾ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ഗോ അറ്റ്ലീസ്റ്റ് ഒരു ഫ്യൂ വീക്സ്, ഐ വുഡ് സേ 2 to 3 weeks എങ്കിലും ഫുൾ ബോഡി വർക്കൗട്ട് ആയിരിക്കും. യുവർ എൻറ്റയർ ബോഡി, ചെസ്റ്റ്, ബാക്ക്, ലെഗ്സ് എല്ലാം അടിക്കണം, ഷോൾഡേഴ്സ് എല്ലാം ചെയ്യേണ്ടി വരും. ഒരു ഫുൾ റൂട്ടീൻ ഫോർ ദാറ്റ് couple of weeks, so that you have that basic strength, right? പുഷ് പുള്ളപ്സ് എല്ലാം ബേസിക് ആയിട്ടുള്ള ബേസിക് സ്ട്രെങ്ത്. then we will focus on particular body parts. അത് കഴിഞ്ഞിട്ടായിരിക്കും ഐ തിങ്ക് മെജോറിറ്റി ഓഫ് ആൾക്കാരും എന്താണ് നിങ്ങളുടെ ഗോൾ. ഫിസിക്കൽ ട്രെയിനേഴ്സ് ആണ്. ഇഫ് യു ആർ ട്രൈയിങ് ടു ലൂസ് വെയിറ്റ്, then there will be cardio and things like that. along with weight lifting ചെയ്താൽ നല്ലതായിരിക്കും, because as you build muscle there is higher chance of you burning more fat. മസിൽ നമ്മുടെ ബോഡിയിൽ കൂടുതൽ ഉണ്ടാകുമ്പോഴാണ് ഫാറ്റ് ബേൺ കൂടുതൽ. സോ എന്താണ് നിങ്ങളുടെ ഗോൾ അനുസരിച്ചിട്ട് അതനുസരിച്ചായിരിക്കും പിന്നെ വെയിറ്റ് ലോസ് ആണെങ്കിലും വെയിറ്റ് ഗെയിൻ ആണെങ്കിലും രണ്ടിനും രണ്ട് രീതിയിലുള്ള വലിയ ടോപ്പിക് ആണ്. സോ ഇനീഷ്യലി 2 മുതൽ 3 ആഴ്ച വരെ ഡെഫിനറ്റ് ആയിട്ട് ഈ ഒരു ഫുൾ ബോഡി വർക്കൗട്ട്സ് ആയിരിക്കും ചെയ്യാം. ഓക്കെ, അതൊരു വലിയ ടോപ്പിക് ആയതുകൊണ്ട് പിന്നെ അതിൽ നമ്മൾ പോകുന്നില്ല. എനിവേ, ഫുഡൊക്കെ ഇതിന്റെ ഡയറ്റ് എന്തിനാണ്? പ്രോട്ടീൻ ഫോക്കസ്ഡ് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ ആയിരിക്കും കൂടുതൽ കഴിക്കാൻ, കുറച്ച് കഴിക്കാൻ നോക്കും. ചെറിയൊരു ഗെയിൻ പേസും ചെറിയൊരു കട്ട് പേസിലൊക്കെ പോകും. അപ്പം കാലറീസ് നോക്കും. ആദ്യം ഒരു സർപ്ലസിൽ ട്രൈ ടു ഗെയിൻ ആസ് മച്ച് ആസ് വെയിറ്റ്, ദെൻ ചെറിയൊരു ഡെഫിസിറ്റോട്ട് വരും. ഇറ്റ്സ് നോട്ട് ലൈക്ക് ടു മച്ച് ലൈക്ക് ഞാൻ കോമ്പറ്റീഷൻ. സോ ജസ്റ്റ് ഒന്ന് നമുക്ക് ഫിസിക്കൽ അപ്ഡേറ്റ് ചേഞ്ച് വരുന്ന ഒന്ന് ഗെയിൻ ചെയ്യും, പിന്നെ ഒന്ന് കട്ടാക്കും, അങ്ങനത്തെ രീതി. ഇതൊക്കെ ആകുമ്പോഴായിരിക്കും ചെറുതായിട്ടൊന്ന് കാലറീസ് ഒക്കെ ഞാൻ സ്വയമായിട്ട് കുറയ്ക്കാറുള്ളൂ. അല്ലെങ്കിൽ റെക്കമെൻഡ് അല്ല, നമുക്കൊന്ന് ഫീൽ ചെയ്യാൻ. വെയിറ്റ് കൂടുതൽ പുഷ് ഫീലോണ് തൊട്ട് മുമ്പുള്ള അപ്പോഴൊക്കെ നല്ലോണം ഫുഡും കഴിക്കാൻ നോക്കും. സോ ഐ ക്യാൻ ഫോർ വെയിറ്റ് ആൻഡ് തിങ്സ് ചെയ്ത് അപ്പം മാക്സിമം മസിൽ ഗെയിൻ ഉണ്ട്. പിന്നെ ഡീലോടൊക്കെ ആയി നമ്മൾ വെയിറ്റ് കുറയ്ക്കുകയാണ്, അപ്പോഴത്തേക്കും കാലറീസ്. അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇറ്റ്സ് ലൈക്ക് ട്രൈ ടു മെയിൻറ്റെയിൻ. അതാണ് ഏറ്റവും ഹാർഡ് പാർട്ട്. സ്ട്രെസ് എവറിത്തിങ് ദാറ്റ്സ് ഹാപ്പനിങ്, ലൈക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനാണ് നോക്കാറ്. ഫുഡ് മാക്സിമം നല്ല ഫുഡ് കഴിക്കും, പ്രോട്ടീൻ, ചിക്കൻ, എഗ്സ്, ബീഫ് കഴിക്കാൻ നോക്കാം. ലൈക്ക്
ഒത്തിരി കഴിക്കാൻ നോക്കത്തില്ല. ബിക്കോസ് റൈറ്റ് നൗ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഒത്തിരി കഴിച്ചു കഴിഞ്ഞാൽ ഇഫ് ഐ കാൺ മെയിൻറ്റെയിൻ ദാറ്റ് ദെൻ ഇറ്റ്സ് ലൈക്ക് നോട്ട് ഗുഡ് ഫോർ മൈ ഹെൽത്ത്. എനിക്ക് ആ ഫിസിക് പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് നെഗറ്റീവ് ഇമ്പാക്ടിങ് റൈറ്റ്. സോ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ എന്താണ് 3 meals a day ആണെങ്കിൽ 3 meals a day പക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അത് ഈക്വൽ പോർഷൻ. ചിക്കൻ കറി ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തായാലും വീട്ടിൽ ആ രീതിയിലായിരുന്നു. ചീറ്റ് മീൽ ഫോർ ദാറ്റ് ടൈം ഒക്കെ പറയുകയാണെങ്കിൽ ഇച്ചിരി കൂടെ ടേസ്റ്റ് ഉള്ള ഫുഡ് പറഞ്ഞിട്ടാണ് ചിലവരൊക്കെ പറയും ജിമ്മിന്റെ മുമ്പേ കുറച്ച് സമയം വെള്ളം കുടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വെള്ളം അത്ര കുടിക്കാൻ പാടില്ല. നിതിൻ്റെ എന്താണ് അഭിപ്രായം ഈ ഹൈഡ്രേഷന്റെ? ഹൈഡ്രേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡീഹൈഡ്രേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. യൂഷ്വലി യു ക്യാൻ ഫെയിൻറ്റ്, ഇഞ്ചുറി വരാൻ ചാൻസ് ഉണ്ട്. സോ ഡ്രിങ്ക് വാട്ടർ, ബി ഹൈഡ്രേറ്റഡ് ഓൾ ദ ടൈം. ജസ്റ്റ് നോ ഇഷ്യൂ ഇൻ ദാറ്റ്. അൺലെസ് യു ആർ കോമ്പീറ്റിംഗ്, അതൊരു വേറെ ഫീൽഡ് തന്നെയാണ്. സോ യു ഡോണ്ട് നീഡ് ടു വെറി അബൌട്ട് ദാറ്റ്. ജനറൽ ഓഡിയൻസിനോട് ഡെഫിനറ്റ്ലി ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴൊക്കെ ദാഹിക്കുന്നു അപ്പോഴൊക്കെ വെള്ളം കുടിക്കുക. അത് ഫുള്ളാക്കുക എന്നല്ല. വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് എസ്പെഷ്യലി യു കാണ്ട് മേക്ക് യുവർ സെൽഫ് ഫുൾ. ജസ്റ്റ് 1 or 2 sips അത്രയും മതി. അങ്ങനെ എപ്പോഴും ഓരോ സെറ്റ് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു സിപ്പ് എടുക്കും, അല്ലെങ്കിൽ ഒരു വർക്കൗട്ട് കഴിഞ്ഞു. പിന്നെ വർക്കൗട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവന്ന വെള്ളം മൊത്തം, ദാറ്റ് ഈസ് ഹൗ വി യൂസ് ടു. പക്ഷേ വെള്ളം നമുക്ക് വേണം, എന്നാലും നമുക്ക് റെഗുലേഷനും കാര്യങ്ങളൊക്കെ നടക്കും. ബോഡി ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകാൻ പറ്റും. മെറ്റബോളിസം, ഇതെല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ്. സ്ലീപ്പിന്റെ കാര്യത്തിലോട്ട് വരുവാണെങ്കിലും ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ്. ബിക്കോസ് ഈ വെള്ളം, ഹൈഡ്രേഷൻ കാര്യങ്ങളും ശരി. ഈ വർക്കൗട്ട് ചെയ്യുന്ന വരുന്ന ഈ മെലാറ്റോണിൻ എന്നൊക്കെ പറയുന്ന ഹോർമോൺസ് ഒക്കെ നമുക്ക് സ്ലീപ്പിനെ ഡയറക്ട്ലി കോറിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡീഹൈഡ്രേറ്റ് അതിനൊക്കെ ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. ഡെഫിനറ്റ്ലി വെള്ളം കുടിക്കുക, കിടക്കുക തന്നെ ജസ്റ്റ് സിപ്പ് സിപ്പായിട്ട് എടുക്കുകയാണെന്ന് പറഞ്ഞാൽ ഒത്തിരി കുടിക്കാൻ പറയില്ല, ജസ്റ്റ് ആവശ്യത്തിന് കുടിക്കുക. ഡോണ്ട് മേക്ക് യുവർ സെൽഫ് ഫീൽ ടു ഫുൾ. Okay. Every day is a different challenge, right? Do you have a schedule to cope up with it? എപ്പോഴും ഒരു ഷെഡ്യൂൾ തന്നെ ഫോളോ എത്രത്തോളം ഇന്ന സമയം മുതൽ ഇന്ന സമയം കിടക്കാൻ ടൈം നമ്മൾ ഇങ്ങനെ ഒരു എന്താ പറയുക അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു എൻവയറമെന്റ് സ്റ്റാർട്ട് ടു ദാറ്റ്. പക്ഷേ ഐ വുഡ് ലൈക്ക് ടു ഫോളോ സംതിങ് ലൈക്ക് ദാറ്റ് വേർ ഐ എം സ്ലീപ്പിംഗ് അറ്റ് ലൈക്ക് 12 or 10 o'clock or 10 to 12 hour റേഞ്ചിൽ തന്നെ കിടന്നുറങ്ങാൻ നോക്കണം. വേക്കിംഗ് അപ്പ് ബൈ 8, ദാറ്റ്സ് ലൈക്ക് എ റിയലി ഗുഡ് ടൈം ഷെഡ്യൂൾ ഐ വുഡ് സേ. ഇപ്പൊ തന്നെ ലൈക്ക് യു ക്യാൻ ഹാവ് 2 people സ്റ്റാർട്ട് വർക്കിംഗ് ഔട്ട് അറ്റ് ദ സെയിം ടൈം. ലെറ്റ്സ് സേ he starts working ഇപ്പം A and B, റൈറ്റ്? അവർ രണ്ടുപേരും ഒരുമിച്ച് ജേർണി തുടങ്ങിയിട്ടേ ഉള്ളൂ വർക്കൗട്ടിന്റെ, ആൻഡ് ഗോയിങ് ഫോർ 1 month സ്ട്രേറ്റ്. ദേ ആർ സിമിലർ ബോഡി ടൈപ്സ്, സിമിലർ വെയിറ്റ്, കാര്യങ്ങളെല്ലാം സെയിം വർക്കൗട്ട് റൂട്ടീൻ. അവരുടെ സ്ലീപ്പ് എന്ന് പറഞ്ഞിട്ട് അതിൽ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പം എയുടെ സ്ലീപ്പ് പ്രോപ്പർ അല്ല പക്ഷെ ബി പ്രോപ്പർ സ്ലീപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് പറയാം ബിയുടെ റിസൾട്ട്സ് മച്ച് ബെറ്റർ ആയിരിക്കും. ഇൻ ടേംസ് ഓഫ് പെർഫോമൻസ്, ഇൻ ടേംസ് ഓഫ് ഫിസിക്, വെയിറ്റ് ഗെയിൻ ആണ്. അത് മീൻസ് യു ക്യാൻ സീ ദാറ്റ് ഡെഫിനറ്റ് ചേഞ്ച്. ഓവറോൾ മൂഡ് എല്ലാം ബാധിക്കുന്ന കാര്യമാണ് സ്ലീപ്പ്. എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് എക്സ്പീരിയൻസ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സ്ലീപ്പ് ഇല്ലെങ്കിൽ ഐ കാൺ ലിഫ്റ്റ് ദ സെയിം വെയിറ്റ്. ഐ ഡോണ്ട് ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് എന്താ പറയുക മെന്റൽ കപ്പാസിറ്റി എന്ന് പറയാം. ഐ എം സോ ഡൗൺ, ലൈക്ക് മെന്റലി എനിക്ക് പുഷ് ചെയ്യാൻ പറ്റില്ല. മോസ്റ്റ് ഓഫ് ദ ടൈം അങ്ങനെയാണ്. ഈ വെയിറ്റ് പുഷ് തോന്നാറുള്ളത് ഫിസിക്കലി പറ്റുന്നതിനെക്കാട്ടി മെന്റലി നമ്മൾ അതിനെ പുഷ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടോ, അല്ലെ പിന്നെ ആ ഒരു ഹെൽത്ത് ഉണ്ടോ എന്നുള്ളതാണ്. ഫിസിക്കലി എനിക്ക് പറ്റുമായിരിക്കും, ആ സെയിം വെയിറ്റ്സ് പറ്റുമായിരിക്കും, ബട്ട് ദെൻ വി ആർ ഹ്യൂമൻസ് റൈറ്റ്? അപ്പോൾ ഇമോഷണൽ ആ ഒരു ഇത് വരണം, എന്നാലേ ആ വെയിറ്റ് അത്രയും പൊക്കാൻ പറ്റും, അല്ലെ മെന്റലി അത്ര ഇതുണ്ടാവും. അപ്പം ഡെഫിനറ്റ്ലി 100% സ്ലീപ്പ് ഈസ് സംതിങ് ദാറ്റ് affects the way you work out and things like that. What is the one advice you would like to give to an athlete regarding sleep? ഞാൻ കണ്ടു വന്നതിൽ one of the most common one would be like over training. That's one thing, right? ഇപ്പൊ ഇവിടെ ആണെങ്കിലും ഞാൻ കാണാറുണ്ട് ആൾക്കാരൊന്ന് വർക്ക്ഔട്ട് ചെയ്യുന്നതൊക്കെയാണ്. if you want to see definite changes, like നമ്മൾ മനസ്സിലാക്കേണ്ട സ്ട്രെസ്സസ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ലൈക്ക് ഗോയിങ് ടു ബി എന്താ മാക്സിമം മനസ്സിലാക്കുക. ലിസൺ ടു യുവർ ബോഡി. ഇറ്റ് ഈസ് ആസ്കിംഗ് ഫോർ റെസ്റ്റ്, ടേക്ക് റെസ്റ്റ് 1 or 2 days, ഇറ്റ്സ് ഫൈൻ. അത് കഴിഞ്ഞിട്ട് ജിമ്മിൽ പോയാൽ മതി. മേ ബി യു ക്യാൻ ഈവൻ പെർഫോം ലൈക്ക് twice as better as how we would perform if you were to go to a day, if you were to go to the day that you were really tired, right?
സോ അതാണ് സംഭവം. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് യുവർ ബോഡി ഫസ്റ്റ് ഓഫ് ഓൾ. ഡോണ്ട് ട്രൈ ടു പുഷ് യുവർ സെൽഫ് ടു മച്ച് ഇൻ ടു ഗോയിങ് ടു ജിം ആൻഡ് ഗെറ്റിംഗ് ദാറ്റ് കൈൻഡ് ഓഫ് ഇൻഫ്ലുവൻസർ ഫിസിക് എന്നൊക്കെ പറയുന്നത്. അതിലോട്ടൊന്നും പോവാതെ മെയിൻറ്റെയിൻ ദോസ് റിയലിസ്റ്റിക് ഗോൾസ്. ഒരു മാസത്തിൽ ഞാൻ ഇത്രയും വെയിറ്റ് ഗെയിൻ ചെയ്യും, ഇത്രയും വെയിറ്റ് ലൂസ് ചെയ്യും, അല്ലെ ഏതെങ്കിലും പർട്ടിക്കുലർ ലിഫ്റ്റിൽ ഇത്രയും വെയിറ്റ് ലിഫ്റ്റ് ചെയ്യും. മെയിൻറ്റെയിൻ റിയലിസ്റ്റിക് ഗോൾസ്. ഡോണ്ട് ഓവർ ട്രെയിൻ ഓർ ഓവർ ട്രെയിൻ യുവർ സെൽഫ്. പിന്നെ ഈ സ്ലീപ്പ് റിക്കവറി, സെക്കൻഡ് തിങ്, വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ തിങ് ഐ ഹാവ് സീൻ. ലൈക്ക് പീപ്പിൾ ഫോക്കസ് ഓൺ എവറിത്തിങ് എൽസ്, ലൈക്ക് വെയിറ്റ്സിന്റെ കാര്യത്തിൽ, ഡയറ്റിന്റെ, ബട്ട് ദേ ഡോണ്ട് സ്ലീപ്പ് ഇനഫ്, ദേ ഡോണ്ട് ഗെറ്റ് ഇനഫ് റെസ്റ്റ്. 4 മണിക്കൂർ 5 മണിക്കൂർ ഉറങ്ങും. എന്ത് കംപ്ലൈൻ അബൌട്ട് നോട്ട് ഗെയിനിങ് വെയിറ്റ്, സംതിങ് ബോഡിയിൽ കാണുന്നില്ല. യുവർ ബോഡി ഗ്രോസ് ദ മോസ്റ്റ് വെൻ യു സ്ലീപ്പ്. റീസെന്റ് എടുത്ത ആ ഒരു ഇന്റർവ്യൂ പീഡിയാട്രിഷ്യൻ വന്നിട്ട് പറഞ്ഞു തന്നെ, ഗ്രോത്ത് ഹോർമോണിന്റെ പ്രൊഡക്ഷനും കാര്യങ്ങളും നമ്മുടെ ഡെവലപ്മെന്റിന് വേണ്ടിയതെല്ലാം വേണ്ടത് ഉറക്കത്തിലാണ്. സോ മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺ, ഗ്രോത്ത് ഹോർമോൺസ്, കാര്യങ്ങളെല്ലാം നടക്കുന്ന ആ ഒരു സ്ലീപ്പ് ആണ്. സോ വെൻ യു നോട്ട് ഗെറ്റിംഗ് ഇനഫ് സ്ലീപ്പ്, ഓൾ ഓഫ് ദിസ് ഗെറ്റ് എഫക്റ്റഡ്, റൈറ്റ്? അപ്പം അങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ യു ആർ നോട്ട് ഗോണ സീ ദാറ്റ് ഇംപ്രൂവ്മെന്റ് ദാറ്റ് യു ആർ എക്സ്പെക്ടിങ്. അത് പിന്നെ നിങ്ങൾക്കൊരു ബോഡി ഡിസ്മോർഫിയ അല്ലെങ്കിൽ പിന്നെ ഒരു മെന്റലി അതിനെ ഡൗൺ ആക്കും ചാൻസ് ഒക്കെ ഉണ്ട്. സോ ഇതാണ് 2 മോസ്റ്റ് കോമൺ മിസ്റ്റേക്സ് ഐ വുഡ് സേ. ഓവർ ട്രെയിനിങ് ആൻഡ് ഓൾസോ നോട്ട് ഗെറ്റിംഗ് ഇനഫ് റിക്കവറി. പിന്നെ അതേപോലത്തെ നമുക്കറിയാലോ, റിക്കവറിന്റെ കാര്യം പറഞ്ഞപ്പം ഈ എൻവയോൺമെന്റ്, എന്റെ ഒരു പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഒരു കൂൾ എൻവയോൺമെന്റ് ആയിരിക്കണം. വിത്ത് ലൈക്ക് നല്ല സോഫ്റ്റ് ബെഡിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ നല്ലൊരു കുഷനായിട്ടുള്ള ഒരു മേ ബി ബെഡിങ്ങും, പിന്നെ നല്ലൊരു പുതപ്പും കാര്യങ്ങളെല്ലാം വേണ്ടി വരും. മാക്സിമം ഈവൻ ലൈക്ക് നമ്മുടെ ബെഡ്ഷീറ്റ് ഗുണമെന്ന് പറയുന്നത് തന്നെ ആ ഒരു കൂളിംഗ് എഫക്ട്. അല്ലെങ്കിൽ നമ്മുടെ ടെസ്റ്റ് ചെയ്താൽ നമുക്ക് അറിയാം ലൈക്ക് എത്രത്തോളം അത് കിടക്കും, നമുക്ക് എത്ര സ്മൂത്ത് ആയിട്ട് തുടങ്ങാം. ലൈക്ക് ഈവൻ ലൈറ്റ് സ്ലീപ്പർ ആയാലും നല്ല ഡീപ് സ്ലീപ്പിലോട്ട് ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. സോ എനിക്ക് ശരിക്കും പ്രോപ്പർ ആയിട്ടൊരു ഫുൾ നൈറ്റ് സ്ലീപ്പ് എപ്പോഴൊക്കെ നമ്മൾ ബെഡ്ഷീറ്റ് ആ ഒരു ഓർഗാനിക് കോട്ടന്റെ ആ ഒരു ഇതായിരിക്കാം. മെയിൻലി അത് തന്നെ ആയിരിക്കണം. ആ ഒരു സ്പെസിഫിക് ആയിട്ട് രീതിയിൽ അതിനെ മാനുഫാക്ചർ ചെയ്ത് വന്നുകൊണ്ടായിരിക്കണം നമുക്ക് അത്രയും ക്വാളിറ്റി സ്ലീപ്പ് കിട്ടും. കാരണം കൂടുതൽ ബെഡിങ്ങും ബെഡ്ഷീറ്റ്സ് ഒക്കെ ആണെങ്കിൽ അത്ര നല്ലത്. ഓർഗാനിക് ആയിട്ടുള്ളതാണെങ്കിൽ അത്ര സൂപ്പർ ആയിരിക്കും. പിന്നെ നമുക്ക് ചിലപ്പോൾ രാത്രി കിടക്കുമ്പോൾ തുമ്മലോ അല്ല ഓവർ ടൈം അതൊക്കെ നമ്മുടെ ശരീരത്തോട് ചെയ്യും. താങ്ക് യു ഫോർ ജോയിനിങ് us guys, ആൻഡ് താങ്ക് യു നിതിൻ. ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, എസ്പെഷ്യലി ജിമ്മും സ്ലീപ്പും അതിൻ്റെ റിലേഷൻഷിപ്പും. സോ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്. ബൈ ബൈ. സ്ലീപ്പ് പോഡ്കാസ്റ്റിന്റെ ഈ പുതിയ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ നിങ്ങൾക്കും പോഡ്കാസ്റ്റിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മതി. സോ സീ യു ഗൈസ് ഓൺ ദ നെക്സ്റ്റ് എപ്പിസോഡ്.